എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. ഇനി അങ്ങനെ സംഭവിച്ച ആടിച്ച് എൻ്റെ മുട്ടുകാരെ ഓടിക്കും. എന്ന അമ്മാവിൻ്റെ മുട്ടുകാരെ ഞാനും ഓടിക്കും. അത് ഒരിക്കലും ഒരമ്മാവിനോട് അങ്ങനെ അയ്യോ വിവരമില്ലാണ്ട എന്താ അവർ പടം അനൗൺസ് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ വിളി കുറയ്ക്കും. മനസ്സിലാകുന്നുണ്ട. ഞാനിപ്പോൾ റേന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിനെയും സിനിമയൊക്കെ ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണ്. അതിപ്പോൾ അതായത് കണ്ടിട്ടുള്ള വേദികളൊക്കെ നിങ്ങൾക്കറിയാം. ഇവരുടെ ഒരു പ്ലാനിങ്ങിനുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് പ്രൊഡ്യൂസർക്ക് ഉണ്ടായൊരു സംഭവം. അപ്പോൾ അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനൊരു പടത്തിന് ഡെഫിനറ്റ്ലി നമ്മളത് ഒഴിവാക്കിയതാണ്. ഇവരാദ്യം വിളിച്ചു പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് അത്തരം സംഭവമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് പറഞ്ഞോ, നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ക്യാമറ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫുൾ സീനും ക്യാമറമാൻ്റെ കയ്യിലാണ്. കാര്യം പുള്ളിക്കാരൻ വരും, നമുക്ക് ഓടി നടന്ന് പെർഫോം ചെയ്യാം, ഭയങ്കര ഈസി. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. രഹന വേണ്ട എന്ന് വെച്ചാൽ നവാസ് അഭിനയിക്കില്ലായിരുന്നു സിനിമയിൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ. രണ്ടുപേർക്ക് പ്രത്യേകത ഉണ്ട്, നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഇവരാണ് ഞാൻ പറഞ്ഞ രണ്ടുപേർ. എത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലേ പരിപാടി. ഒത്തിരി സന്തോഷം. നമ്മൾക്കല്ലേ ഏറ്റവും വലിയ സന്തോഷം. കുടുംബമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് അല്ലേ? ഇതിലും ഭാര്യയും ഭർത്താവുമായിട്ടാണ് അഭിനയിക്കുന്നത്. ഭാര്യ ഭർത്താവ് അതല്ലേ? അപ്പൊ ഒന്നും ചെയ്യേണ്ട വന്നില്ല. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു. അതായത് ഞാൻ ഏകദേശം ഒരു 10 കിലോയിലും കുറച്ചിട്ടുണ്ട്. നന്നായിട്ട് വണ്ണം കുറച്ച ഒരു പടമാണ്. അല്ല, ഞാൻ അമ്മയുടെ പരിപാടി റിഹേഴ്സൽ വന്നതിലും ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ട്. അതെ. അപ്പൊ അത് കഴിഞ്ഞ ആശ്വാസം നന്നായി കഴിച്ചതായിരിക്കും. അല്ല ഞാൻ ചോദിക്കണം എന്ന് ഓർത്തായിരുന്നു. ഇപ്പൊ വ്യത്യാസം വന്നു. അല്ല, ഞാനിപ്പോൾ കുറേ നാളായിട്ട് നന്നായിട്ട് വണ്ണം കുറഞ്ഞു. അത് കുറച്ചതിന് ശേഷമുള്ള സംഭവിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് രോഹിത്തിൻ്റെ ഒരു പടം ചെയ്തിരുന്നു, ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി. ഇനിയിപ്പോൾ ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് അതിൻ്റെ ഇത് അടുത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ പോലീസ് വേഷമൊക്കെയാണ്, ആസിഫിൻ്റെ കൂടെയുള്ള ക്യാരക്ടറാണ്. അതല്ലാതെ ഈ ഒരു സംഭവം വന്ന് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കണം. കാരണം ഇത് ഭയങ്കര അവശതയായിട്ട് ഗൾഫിൽ നിന്ന് വരുന്നൊരു ക്യാരക്ടർ ഷൗക്കത്ത് എന്ന് പറഞ്ഞിട്ട് പട്ടിനും കഷ്ടപ്പാടാണ്. നമ്മുടെ ഒരു മൊത്തത്തിൽ രൂപം കണ്ടു കഴിഞ്ഞാൽ ഇവന് വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലാന്ന് തോന്നും. അപ്പോൾ ഡയറക്ടർ ആദ്യം പറഞ്ഞു ഒന്ന് വണ്ണൊക്കെ ഒന്ന് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഒരു പിടുത്തം പിടിച്ച് അങ്ങനെ കുറെ കുറച്ചിരുന്നു. എൻ്റെ പേര് ഒരു പ്രതി ഇഴ എന്ന് പറഞ്ഞാൽ ആ പേരിൽ എന്താണ് പ്രസക്തിയുള്ളത്? ഇഴ ഞാനും ഇത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇഴ ഇതായി കിടക്കുന്ന ഈ ലൈഫിൽ ഉണ്ടാവുന്ന കുറേ സന്തോഷങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ഇഴ ചേർന്ന് കിടക്കുന്നു എന്ന് പറയുന്ന ഒരു കണക്ഷൻ പുള്ളി, അതാണ് അതിൻ്റെ ഒരു നമുക്ക് പറഞ്ഞു തന്നൊരു സംഭവം. എല്ലാത്തിലും ഒരു എന്താ കെട്ടുകൂടി കിടക്കാന്ന് പറയുമല്ലോ. ഉണ്ട്. അപ്പം അതിന് നമ്മുടെ ലൈഫിലും ഒക്കെ ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും ഒക്കെ അതിനെ ഇഴ ചേർന്ന് കിടക്കുന്നു എന്നൊരു സംഭവമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അതെ രന, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും സിനിമയിലും ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ അഭിനയിക്കുന്നു. രഹന എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തത് നവാസിന്? അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ആദ്യം അവർ വിളിച്ചപ്പോൾ നവാസ്കാരത്ത് സ്ക്രിപ്റ്റ് കേൾപ്പിക്കാനായിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ ചെറിയ ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ എൻ്റെ വഴിക്ക് പോയി. പക്ഷെ ഇത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇവരുടെ ഒച്ചയിൽ ഇങ്ങനെ സ്റ്റോറി ഇടയ്ക്ക് എനിക്കിങ്ങനെ കേൾക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തോ ഇങ്ങനത്തെ ഒക്കെ സ്റ്റോറി അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നവാസ്ക വന്നിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഒട്ടും സമയമില്ല, നവാസ്കയല്ലേ ചെയ്യണം, നവാസ്ക എന്നെ വായിച്ചിട്ട് കഥ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല അതുകൊണ്ടല്ല, ഇത് വായിച്ചിട്ട് നിനക്ക് ഇഷ്ടമാവേണ്ടി നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെന്താണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ലീഡിങ് ക്യാരക്ടറാണ്, കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ അതിനൊന്നും പറ്റില്ല, നമ്മളൊന്നും തയ്യാറെടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നവാസ്കുനെ എന്തായാലും ഒന്ന് വായിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇത് വായിച്ചിട്ട് നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനും ഇത് വേണ്ടാതെ വയ്ക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു റിലേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നീ ആണെങ്കിൽ ഞാനും ചെയ്യാമെന്ന് വെച്ചു, അല്ലെങ്കിൽ നമുക്കിത്
വേണ്ടാന്ന് വയ്ക്കാൻ എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതായി, എന്നാൽ പിന്നെ ഒന്ന് വായിച്ചേക്കാന്ന് വെച്ചിട്ട് വായിച്ചതാണ്. അപ്പോൾ എനിക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ത്രെഡ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരൊരു 1 ലൈൻ പോലെയാണ്, സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിരുന്നില്ല, ഒരു പസില് പോലെ ഷഫ്ലിംഗ് ആയിരുന്നു. പക്ഷേ 1 ലൈൻ ഉണ്ടായിരുന്നു, അത് നല്ല ഡീപ്പായിരുന്നു, കണ്ടന്റ് ഡീപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത്. അപ്പോൾ ഒരു എന്നാൽ ഒരു മഹാസംഭവമൊന്നും അല്ല കേട്ടോ, നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിലൊക്കെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ന് പറയാൻ എനിക്കൊരു ഫ്രഷ്നെസ് തോന്നി വെച്ചാൽ അങ്ങനെ വന്നാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരും ഒരു സജഷൻ പറഞ്ഞു. നോർമലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല ജോഡികളും വരാറുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ രേനത്തൊക്കെ ഇതിനകത്ത് വന്നിട്ട് ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം, അതൊന്ന്. രണ്ട് ക്യാരക്ടേഴ്സും അത്രയും ശക്തമായിട്ടുള്ള സംഭവം തന്നെ. ചെറിയൊരു കഥയാണെങ്കിലും ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന സംഭവമാണ്. ഇപ്പോൾ ചെയ്യുന്നത് വെറുതെ എന്ന് ആവില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. അവരും ഒരു ജസ്റ്റ് ഒരു സൂചന തന്നിരുന്നു. അപ്പോൾ എനിക്ക് അത് പറഞ്ഞപ്പോൾ നമ്മൾ മൊത്തം കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വേറൊരു കാസ്റ്റ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് നീ അങ്ങനെ വന്നാൽ നല്ലതായിരിക്കും, കാരണം നിൻ്റെ ഒരു ഏജും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഏകദേശം ഒരു സ്റ്റഡിയായി, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ആലുവ ഒക്കെ ലൊക്കാലിറ്റിക്ക് തന്നെ ആയിരിക്കും, നമുക്ക് ഡെയിലി വന്ന് പോകാമെന്നൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു. മക്കൾ ആദ്യം ഒന്നും പറഞ്ഞില്ല, പിന്നെ അവരങ്ങോട്ട് പറയാൻ തുടങ്ങി. അതായത് നമ്മൾ രാവിലെ പോയി മക്കളെ ഒരു 6 മണി നിങ്ങളൊക്കെ വരുമ്പോൾ വന്ന് ഫ്രഷായി പഠിക്കാതിരിക്കുമ്പോഴേക്കും ഞങ്ങൾ എത്തും എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അവർ പഠിക്കാറുണ്ട് 2 ദിവസം കണ്ട് നമ്മൾ വരുന്നത്. അത് ഡെയിലി വന്നു പോകണ്ടെങ്കിലും ഇവർ കിടന്നുറങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. നൈറ്റ് ഷൂട്ടൊക്കെ ഒരുപാട് ദിവസം വന്നു. ഇവർ പറഞ്ഞ കാൽക്കുലേഷൻ മാറി, പക്ഷേ നൈറ്റ് വരേണ്ട കുറേ സീൻസ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത്. അപ്പം അങ്ങനെ സ്റ്റാർട്ടിങ് ടൈം പറഞ്ഞു 9 to 5 എൻ്റെതാക്കി തരാം, മോർണിംഗ് ഈവനിങ് ഒക്കെ നവാസ്കെ കൊണ്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടൊക്കെ മാറി. പിന്നെ നമുക്ക് മിണ്ടാനും പറ്റില്ലല്ലോ ഈ ഒരു അറിയാലോ. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ മോർണിംഗ് പോവുക, രാത്രി ഒരുപാട് ലേറ്റ് ആവുക. കാര്യം നൈറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ്, കംപ്ലീറ്റ് നൈറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാര്യം നമ്മൾ ജോയിൻ ചെയ്തിട്ട് അത് വൃത്തിയായി ചെയ്തു കൊടുക്കുക എന്നല്ലാതെ. പിന്നെ ഒരു 15-16 ദിവസമൊക്കെ രേനയുടെ പറഞ്ഞ 10-25 ദിവസം വേണ്ടി വന്നു. രേനയുടെ പോർഷനൊക്കെ മാത്രം അത്ര വന്നു. അങ്ങനെയാണ് തീർത്തു അത്. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്, ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് ഈ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ എത്രമാത്രം അതിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം ഇഴകി ചേർന്നിട്ടുണ്ടാകും? നമുക്കതിനെ ഫ്രീ ആകാൻ പറ്റി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഒരുപാട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പറയുമ്പോഴൊക്കെ നമുക്ക് ഫ്രീ ആകാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ചോദ്യത്തിനൊരു വേറൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമുക്കതൊന്നും ഇല്ല കേട്ടോ. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ ഒരു കണ്ടന്റിന്റെ സംഭവം വെച്ചിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ക്യാരക്ടേഴ്സ് ആയി വരുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം മറക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു മൂഡും ഒരവസ്ഥയും കാര്യങ്ങളും വെച്ചിട്ട് ഈ ക്യാരക്ടർ അത്യാവശ്യം വിദ്യാഭ്യാസവും കുറച്ച് തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പറയേണ്ട സ്ഥലങ്ങൾ പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് സുമയ്യ എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഷൗക്കത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനൊരു ചെറിയ കുടുംബമാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ പലതും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ അതൊന്നും അങ്ങനെ ഇതില്ല, പക്ഷെ ഫ്രീ ആയി ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം വേറൊരു പേഴ്സണായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. പക്ഷെ ഹസ്ബൻഡോ ഫാദറോ, ഇപ്പം എൻ്റെ ഉപ്പ അതിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തില്ലാന്നുള്ളൂ. അപ്പോൾ ഉപ്പാടുത്ത് വരുമ്പോഴും എനിക്ക് നവാസ്കാലത്ത് വരുമ്പോഴും ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പോകുന്ന ഒരു ട്രീറ്റ്മെൻ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു ഫീലിംഗും ഉണ്ടായില്ല. വീട്ടിൽ വന്നാലും നവാസ് ഖാന് ഏതോ ഒരു അങ്ങനെ പോലെ, കാര്യം അത്രയും നമ്മൾ അതിൽ ഡീപ്പായി പോയി. അതാണ് ഇപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. മൈൻഡ് തന്നെ ഡെഡ് ആയ പോലത്തെ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഒരു ഫീലില്ല. കാര്യം ആ ഒരു ക്യാരക്ടറായിട്ട് ഡീപ്പായി പോയിട്ടേ നമുക്ക് ഇത് ഹസ്ബൻഡ് ആണെന്നുള്ളൊരു തോന്നൽ. ഷൂട്ട് കഴിയുന്നത് വരെ നമുക്ക്
നമ്മളൊന്ന് ആദ്യം മാറിയതാണ് കേട്ടോ. ഇപ്പോൾ അറിയാലോ, നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഈ വരുന്ന പടങ്ങളും കാര്യങ്ങളും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അത്രയും ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലീഡ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ഒഴിവാക്കിയതാണ് ഇവരാദ്യം വിളിച്ചു പറഞ്ഞ സമയത്ത്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് അത്തരം സംഭവമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് പറഞ്ഞോ, നമുക്ക് ചെയ്യാം, സപ്പോർട്ടിങ് ക്യാരക്ടറോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നതാണ് നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അതല്ല, ഇതൊക്കെ ഒന്ന് കേട്ട് നോക്ക്, അതിനുശേഷം നമുക്ക് ഇതാക്കാം. ഇവർ സ്ക്രിപ്റ്റ് വരുമ്പോൾ തന്നെ പറഞ്ഞു ഇത് സ്ക്രിപ്റ്റ് വായിക്കണ്ട. പിന്നെ എന്തിനാ കൊണ്ടുവന്ന്, അതല്ല വായിച്ചിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കിയാൽ മതി, ബാക്കി എന്ത് കാര്യങ്ങൾ വേണം വഴിയും കൂടി വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതിലൊക്കെ അവർ ആദ്യമേ കംഫർട്ടബിളാണ് അവർ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രായത്തിലൊക്കെ നിന്ന് ചെയ്യാവുന്ന സംഭവമാണ്, വലിയ അങ്ങനെ പ്രശ്നങ്ങളില്ല. അത് മാത്രമല്ല റയറായിട്ട് കിട്ടുന്നതാണ് അത്തരത്തിലുള്ള നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അവരെല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ദിവസം ഈ പറഞ്ഞ സമയത്ത് നമ്മൾ തീർക്കും, യാതൊരു തടസ്സങ്ങളും അതിനുണ്ടാവില്ല. അതൊക്കെ പറഞ്ഞ് എല്ലാം സംസാരിച്ചു. ഈ സജഷൻസ് കുറേ നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നമ്മളെപ്പോഴും ഒരു പെർഫോം ചെയ്യാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ പടം അതല്ല. ഞാനെപ്പോഴും പ്രേക്ഷകനായിട്ടാണ് എന്തും. നമ്മളൊരു സാധാരണ സ്കിറ്റ് നമ്മൾ വായിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നുള്ളതല്ല, നമ്മൾ ചെയ്യാത്തതൊക്കെ നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയാം. അപ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഞാൻ പറയും ഇന്നത്തെ ഒരു സിനിമ, ഈ സിനിമയിൽ ഇതിന് മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്പീഡ് മെയിൻ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എന്ന് കരുതി നമുക്കൊരു കാട്ടിക്കൂട്ടലൊന്നും ഇതിനകത്ത് നടക്കില്ല. വിരട്ടൽ പരിപാടി, ഭയങ്കര ട്വിസ്റ്റ്, അതൊന്നുമല്ല. ഒരു സാധാ ഫാമിലിയിലൂടെ പറഞ്ഞു പോകുന്നൊരു സംഭവമാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ള സംഭവം വെച്ചിട്ടാണ് അവർ ആ ഒരു സ്ക്രീൻ പ്ലേ പിടിച്ചതും അതിലേക്ക് വന്നു നോക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അങ്ങനെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം വെച്ചാൽ അവരും കൂടി അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു നല്ലതിന് വേണ്ടിയിട്ട്. രഹന വേണ്ട എന്ന് വെച്ചാൽ നവാസ് അഭിനയിക്കില്ലായിരുന്നു സിനിമയിൽ. ഏതാ ഈ ക്യാരക്ടർ അല്ല, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ വിളിച്ചിട്ട് എങ്ങനെയോ ആരെങ്കിലും വന്ന് പിന്നെ മാറിപ്പോണ പോലെ അല്ലല്ലോ. ഇത് തുടക്കം മുതൽ അവരങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അപ്പൊ പറഞ്ഞില്ല, അവരെ മനസ്സിലതുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വന്നപ്പോൾ അത് കൊള്ളാലോ എന്നൊരു തോന്നൽ നമുക്കും ഉണ്ടായി. പിന്നെ അത് മാറ്റി ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാനത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തടസ്സങ്ങളൊന്നും വേറെ ഇല്ല. അപ്പൊ പിന്നെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. രഹനയെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് അല്ലേ, അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിക്ക് കുറെ നാളുകൾക്ക് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട്, അതിന്റെ ഒരു റിസ്ക് എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് വീട്ടിലൊട്ടും ടൈമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി കേട്ടു, ഇത് ജസ്റ്റ് ഓടിച്ച് വായിച്ചു, പിന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേ പോകുമ്പോൾ ഞാൻ നമസ്കാരത്ത് പറഞ്ഞു ഒരുപാട് ഹോംവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ പെർഫോം ചെയ്യാൻ പോവുകയാണെന്നും നമസ്കാരം. അപ്പം നമസ്കാരം അത് കേട്ടപ്പോൾ ചെറിയ ബുദ്ധിമുട്ട്, അയ്യോ ഇത്രയും നാൾ വർക്ക് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരാളിങ്ങനെ പറയുമ്പോൾ. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ടും ആദ്യമായിട്ടൊരു സെറ്റിൽ പോണ പോലെ, ഇത്രയും വർഷത്തിന് ശേഷം പോണ പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അവിടെ പോയി മേക്കപ്പ് ഇട്ടു, എല്ലാം ചെയ്തു. ടെക്നിക്കലായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. എനിക്ക് സീൻ കൊണ്ട് തന്നു, ഓക്കെ പറഞ്ഞു, ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു രഹന അഭിനയം മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഞാൻ ഒത്തിരി നാളായി വർക്ക് ചെയ്തിട്ടെന്ന്. അതുവരെ എനിക്ക് തോന്നില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അങ്ങനെ ഞാൻ സീരിയൽ സ്ത്രീ തന്നെയാണ്. അത് തേഴ്സ്ഡേ വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ സൺഡേ കല്യാണം. കാര്യം അവരെ ഓടിച്ചിട്ട് തീർക്കുക. മണ്ടേ ചീത്ത വിളി, ആളുകള് എവിടെ പോയി അതിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അല്ല, തേഴ്സ്ഡേ വർക്ക് കഴിഞ്ഞു, ഫ്രൈഡേ ഞാൻ മരിച്ച ഷോട്ട് കാണിച്ചു, ഇതിൽ കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം വന്നത്. അപ്പൊ അവർക്ക് അറിയായിരുന്നു, അവര് പറഞ്ഞു ഇത് നേരത്തെ കാണിച്ചില്ലെങ്കിൽ പണി കിട്ടും, അതുകൊണ്ട് അവര് ഫ്രൈഡേ തന്നെ കൊന്നു കളഞ്ഞിട്ട് അവര് പറഞ്ഞേ വേണമെങ്കിൽ നമുക്ക് ജനിപ്പിക്കാട്ടോ. അല്ല, കല്യാണം 1 വീക്ക് കഴിഞ്ഞപ്പോ ഇവര് വിളിച്ചു, എന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു വല്ല ചാൻസ് ഉണ്ടോ. അപ്പൊ വീട്ടിൽ നിന്ന് ഉപ്പയും പറഞ്ഞു അല്ല അത് മരിച്ചു പോയില്ലേ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എങ്ങനെ. അത് ലീഡിങ് ക്യാരക്ടർ ആയിരുന്നു, രണ്ടുപേരും അങ്ങനെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വെച്ചാല് ആളുകൾക്ക് അത് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചർച്ചയൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വന്നു.
പക്ഷെ അത് വേണ്ടായിരുന്നുള്ള ഈ ഒരു പ്രഷറിലാണ് ഇവർ വിളിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതല്ലേ നോക്കുള്ളൂ. ഒരു കച്ചവടം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വിളിക്കുന്നുണ്ട്. ഞാനതൊന്നും അറിയുന്നില്ല. അവിടെ വിളിക്കുന്നുണ്ട്, വീട്ടിൽ വിളിക്കുമ്പോൾ അവർ ഇവിടെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ മെൻ്റലി അത് ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആ സംഭവത്തിൽ ഇനി ബിസി ആകാൻ താല്പര്യമില്ല. ഇനി നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാന്നുള്ള തീരുമാനമാണ്. അത് നമ്മളിതൊന്നും അറിഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഈ അടുത്ത് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴേ നവാസ്ക അത് അറിയില്ല. അങ്ങനെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അത് കൂളായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോയി. പക്ഷെ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഓപ്ഷനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ജനിപ്പിക്കാം, അത് സ്വപ്നമാക്കാം. മരിച്ചു എന്നുള്ളത് ആരോ സ്വപ്നം കാണുന്നു. ഇനി രഹന തന്നെ സ്വപ്നം കണ്ടോട്ടെ, അതിനെന്താ? ആ ഫോട്ടോ മാലേൻ്റെ അടുത്ത് മാറ്റിയാ പോരെ. 1 വീക്ക് കഴിഞ്ഞപ്പോ അടുത്ത് പറഞ്ഞു എന്റെ നമ്പർ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ നമ്പർ കൊടുത്തു, സ്ട്രേറ്റ് സംസാരിച്ചു. പറഞ്ഞു ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 1 മന്ത് കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആണോ പറയാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ അല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കല്ലേ വിളിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയപ്പോഴും ഡയറക്ടർ പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിലേക്ക്, ഇപ്പോഴും രഹന അഭിനയം മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. അല്ല, അതിലും ഞാൻ വേറൊരു കാര്യം എനിക്ക് തോന്നുന്ന സംഭവം, നമ്മുടെ ഈ മാറിയിരിക്കലുണ്ടല്ലോ, അത് നമ്മൾ അറിയാതെ പഠിക്കുന്നൊരു കാര്യം കൂടിയാണ്. നമ്മൾ കുറേ ചെയ്തു വെച്ച വർക്കുകളും പിന്നീട് ഉണ്ടാവേണ്ട മാറ്റങ്ങളും ഇന്ന് നടക്കുന്ന സിനിമകളും ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ്. മറ്റേത് ചില നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല. പക്ഷെ മാറിയിരിക്കുന്ന ആളെ സംബന്ധിച്ച് മാറ്റങ്ങൾ വരുത്താൻ, അതല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇൻവോൾവ് ആയി ചെയ്യേണ്ടത് എങ്ങനെ, ചില ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിക്കാനൊക്കെ ഉള്ളൊരു അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അതുകൊണ്ടായിരിക്കാം ഉപബോധ മനസ്സിൽ, നമ്മുടെ മൈൻഡിൽ അത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ അങ്ങനെ ചെയ്തു, പെർഫോം ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഈ കാലഘട്ടവും മുമ്പ് ചേരുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് വന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നവാസ്കാക്ക് ക്യാരക്ടർ കിട്ടുമ്പോൾ, ഒരു സിനിമ കിട്ടുമ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കും. ഭയങ്കര എപ്പോഴും. കാര്യം ഇത് കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങി എനിക്ക് വരുന്ന വർക്കുകൾ ഞാൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നോ അത് ഞാൻ എനിക്ക് പകരം ഞാൻ നവാസ്ക കിട്ടുന്ന വർക്കിലേക്കാണ്. കാരണം ആ വർക്കിൽ എന്താ ചെയ്യാനുള്ളത്, എന്താ സ്ക്രിപ്റ്റ് ചോദിക്കും, ഡയറക്ഷൻ ചോദിക്കും ഒക്കെ. പിന്നെ ഇനി പെർഫോം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വേറെ ഒന്നും അറിയണ്ട. അതെങ്ങനെയാണ് പെർഫോം ചെയ്തത്, എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്തത്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു, ക്യാമറ എങ്ങനെ വെച്ച് മൂവ് ചെയ്തോ, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ക്രേസായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ഞാനാണ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നവാസ്ക ചെയ്തു വരുമ്പോൾ നവാസ്ക മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പം നവാസ്ക അത് വേറെ പാറ്റേണിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ വിചാരിച്ചില്ല നന്നായി ചെയ്തു എന്ന് ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്യും. കാര്യം അത് എനിക്ക് വേണ്ടി ചെയ്തിരുന്നതല്ല, ഞാനിതിൽ നിന്ന് എന്തായാലും മാറി നിൽക്കുകയാണ്. പക്ഷേ വീട്ടിലൊരാൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അത് ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്പം എനിക്ക് അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ നവാസ്ക പറയും ഈ പുതിയ മൂവി വന്നപ്പോൾ പറഞ്ഞു നീ വിചാരിക്കുന്ന ഒരു ഇതേയല്ല, പണ്ടെന്ന് പറഞ്ഞാൽ ക്യാമറ മൂവ് ചെയ്യില്ല, സ്റ്റഡിയാണ്, ക്യാമറാമാൻ നമ്മുടെ പുറകിന്. അപ്പോൾ ഞാൻ അയ്യോ അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര അയ്യോ അതൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ടഡ് ആണ്. കാര്യം നമ്മൾ അത് എക്സ്പ്രഷൻ ഓർത്ത് വെക്കണം, കണ്ടിന്യൂറ്റി ഓർത്ത് വെക്കണം, അതൊക്കെ നമ്മുടെ സെൻസാണത്. പക്ഷേ ഈ ക്യാമറ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫുൾ സീനും ക്യാമറമാൻ്റെ കയ്യിലാണ്. കാര്യം പുള്ളിക്കാരൻ വരും, നമുക്ക് ഓടി നടന്ന് പെർഫോം ചെയ്യും, ഭയങ്കര ഈസി. അപ്പം ഞാൻ നവാസ്ക എടുത്തോണ്ട് പണ്ടത്തേനേലും സുഖം ഇതാണ്. മറ്റേ നമ്മൾ ഒരു പൊസിഷൻ വെച്ച് അതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല, ഇവിടെ മാർക്ക്. ഞാൻ സമയം സീരിയൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം അവിടെയായിരുന്നു. കാര്യം കണ്ണ് കാണാൻ പാടില്ല, എല്ലാവർക്കും പൊസിഷൻ തരും, എനിക്കും തരും. പക്ഷേ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാർക്ക് എനിക്ക് ക്യാമറമാൻ തന്നതിൽ ഞാൻ കൗണ്ട് ചെയ്ത് വന്നിട്ട് ലൈറ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ എനിക്കിത് ബാക്കി എല്ലാവരും ചിലപ്പോൾ തെറ്റിച്ചാലും ക്യാമറമാൻ പറയും ഈ കണ്ണുപൊട്ടി കറക്റ്റായിട്ട് എങ്ങനെ വന്നിരിക്കണമെന്ന് പറയും. കാര്യം അത്രയും ബ്ലൈൻഡായിട്ട് അഭിനയിച്ച അപ്പോൾ കണ്ണാണില്ല, അപ്പം ഇതൊന്നും നോക്കാൻ പറ്റില്ല. ലൊക്കേഷനിൽ വന്നിട്ട് ബ്ലൈൻഡ് ആണല്ലോ. അല്ല, അപ്പം അത് സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പം എനിക്ക് തോന്നുന്നു അങ്കിളിന് എന്നെ അങ്ങനെ പരിചയമില്ല. അപ്പം ഞാൻ കാരുണ്യം ചെയ്തു ഇങ്ങനെ കുറച്ച്. അപ്പോൾ ഈ സീരിയൽ എന്നെ വന്ന് വിളിച്ചപ്പോൾ ഞാൻ അന്നേരം സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സമയം വന്നപ്പോൾ അന്ത്യാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം കൊണ്ടാണ് സീരിയൽ ചെയ്യാൻ വന്നത്.
അപ്പോൾ ഈ പർവ്വതൻ അങ്കിള് സെറ്റിൽ വന്നപ്പോൾ അങ്കിൾ എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര വിഷമം അങ്കിൾ എന്നെ കാണുമ്പോഴൊക്കെ ഭയങ്കര. അപ്പം ഞാൻ വിചാരിച്ചു ഈ അങ്കിൾ എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ ഭയങ്കര എന്തോ ഒരു പ്രശ്നം അങ്ങനെ എനിക്കും ഭയങ്കര ഇതായി എന്തായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിളുടെ അടുത്ത് കൂടി പോയപ്പോൾ മോളെ അപ്പം ഞാൻ അങ്കിൾ എന്താ മോളപ്പം എങ്ങനെ ഡയലോഗൊക്കെ പഠിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അസോസിയേറ്റ് ഡയറക്ടർ വായിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 5 പെൺകുട്ടികളും ഉണ്ട്, അച്ഛനും ഉണ്ട്. ഇവരെല്ലാവരും ഡയലോഗ് കടിച്ചു പിടിച്ച് വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ എനിക്ക് ലാസ്റ്റാണ് കിട്ടുക. അപ്പോൾ ലാസ്റ്റായിരിക്കും എൻ്റെ എൻട്രി, കണ്ണില്ലാത്തതുകൊണ്ട് എൻ്റെ എൻട്രി ലാസ്റ്റായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് അസോസിയേറ്റ് ഡയറക്ടർ ഓടിച്ച് വായിച്ചിട്ട് വന്നു അതൊക്കെ അങ്ങ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും സീൻ വായിക്കാൻ പോലും ടൈം തരാറില്ല. അപ്പോൾ ഈ അങ്കിള് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അസോസിയേറ്റ് ഡയറക്ടർ സീൻ ബാക്കി എല്ലാവരും വായിക്കുക, എനിക്ക് മാത്രം ലാസ്റ്റ് അവിടെ വന്നിട്ട് വായിച്ചു കൊടുക്കുക. ഞാനത് മെമ്മറിയിൽ വയ്ക്കുക, അത് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അസോസിയേറ്റ് ഡയറക്ടർ വായിച്ചു തരും, അപ്പോൾ ഞാനതങ്ങ് പറയും. അപ്പോൾ ഇത് ഇത്രയും മെമ്മറി ചെയ്യാൻ പറ്റും. മെമ്മറി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ്. എന്നാലും മോളെ ഇത്രയും നല്ല കണ്ണായിട്ട് കാഴ്ചയില്ലാതെ പോയല്ലോ എന്ന്. അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ അല്ല അങ്കിളെ എനിക്ക് കാണാം, എനിക്ക് കണ്ണ് കാണാം. അപ്പൊ പുള്ളി ഇവരെല്ലാരും മൊത്തം പറഞ്ഞു പരത്തിയേക്കാണ് കണ്ണ് കാണാൻ. അങ്കിള് എനിക്ക് തോന്നുന്നു അങ്കിള് വന്നപ്പോ ചോദിച്ചിട്ടുണ്ടാവും ശരിക്കും കണ്ണുണ്ടു. അപ്പൊ അവിടെ എല്ലാരും എനിക്ക് കണ്ണുണ്ടു. പിന്നെ പുള്ളി പോകുന്നവരെ ആരോടും വേണ്ടിയിട്ടില്ല. പിന്നെ ദേഷ്യമായിപ്പോയി. പക്ഷെ അപ്പൊ ഞാൻ റിവേഴ്സ് അടിച്ച് നോക്കുമ്പോ എന്താ വെച്ചാൽ അങ്കിള് നോക്കുമ്പോ ഞാൻ ചാന്ദിനേച്ചിയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വരുമ്പോ ചേച്ചിയുടെ കൈ തൂങ്ങിയിട്ടാ നടക്കുക. അപ്പൊ അങ്കിള് നോക്കുമ്പോ കണ്ണ് കാണാത്തോണ്ടായിരിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് വരാറില്ല. മറ്റുള്ളവര് പറഞ്ഞതും എല്ലാം ഓക്കെ. അപ്പൊ അങ്കിള് നോക്കുമ്പോ ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൈ തൂങ്ങി. അപ്പൊ ചേച്ചി ഇടയ്ക്ക് ഒന്ന് വിടടി എനിക്ക് ഞാൻ വല്ലയിടത്തും വീഴുന്നൊക്കെ ചേച്ചി പറയും. പക്ഷെ എന്നാലും ഞാൻ വീടില്ല, ഞാനിങ്ങനെ തൂങ്ങി നടക്കും. അപ്പോൾ അങ്കിള് നോക്കുമ്പോൾ ഇങ്ങനെ പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുന്നില്ല, അസോസിയേറ്റ് ഡയറക്ടർ വായിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ആയപ്പോൾ അങ്കിളിന് ഓക്കെ ആയതിനെ കണ്ടുകൊണ്ടുകൂടാണ്. അങ്ങനെ ഒരു പിന്നെ അങ്കിള് പിന്നെ എന്നോട് ചിരിച്ചിട്ടൊന്നുമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവിടെ വേറെ ആരോ ചെയ്തു വെച്ചാൽ എന്തോ ഭയങ്കര അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ. തന്നെ ഈ സിനിമ വന്ന് പറയുന്നത് ഡയറക്ടർ വന്ന് പറയുന്നു, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുന്നു, നിങ്ങൾ വെച്ച് ചെയ്യാമെന്ന് പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നു. എന്താണ് അത്തരം ഒരു യാത്ര ആ പ്രൊഡ്യൂസറും ഡയറക്ടറും? അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ. കാരണം വെച്ചാൽ വലിയ വലിയ താരങ്ങളിലേക്ക് എത്താൻ അത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ കഥ കുറേ നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് തലത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ ഒരുപാട് ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവർ പുതിയ ആളുകളായതുകൊണ്ട് ഇവരൊരു ടീമാണ്. അതായത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ബിൻഷാദ് എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്, ശ്യാം എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ഇവരൊരു കൂട്ടായ്മയിലാണ് ഇവരാദ്യമേ ഈ പടം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളുൾപ്പെടെ നമ്മളെല്ലാം അറിയാവുന്ന ഒരു സുഹൃത്ത് സലീം മുതുവമ്മൽ, അദ്ദേഹമാണ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് വന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നും പുറത്ത് പറയുന്നില്ല. ഞാനിപ്പോൾ വെച്ചാൽ അങ്ങനെ നമുക്ക് ഏകദേശം ഇത്ര ദിവസം കൊണ്ട് തീർക്കാം. അവരെല്ലാം ചാർട്ട് കറക്റ്റാണ് കേട്ടോ. ഒക്കെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാന്നുള്ള വലിയ കാര്യമാണ്. അതെ അതെ അതെ. എപ്പോഴും മാറ്റങ്ങൾ വരും, പകുതിക്ക് വെച്ച് നിൽക്കേണ്ട അവസ്ഥ വരും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചെറിയ പടങ്ങൾ അങ്ങനെയാണല്ലോ വരിക. പക്ഷെ അതെല്ലാം പക്കയായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്ലാനിങ്ങിലുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് പ്രൊഡ്യൂസർക്ക് ഉണ്ടായൊരു സംഭവം. അപ്പോൾ അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനൊരു പടത്തിന് നമ്മളെപ്പോലുള്ള ആളുകൾ വരുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര കാശാണെങ്കിലും കാശ് തന്നെയല്ലേ. അപ്പോൾ അതിന് തയ്യാറായത്. അപ്പോൾ അയാൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇതൊരിക്കലും ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ തിയേറ്ററിൽ ഓടി കളക്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നുമല്ല, നന്മയുള്ളൊരു ചിത്രമാണ്, ഞാനും അതിന് പങ്കാളിയാകുന്നു എന്ന് പറയുമ്പോൾ റിസ്ക് തന്നെയാണത്. അപ്പം നമുക്കത് എത്ര അതെന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് അത് പുള്ളിയുടെ കയ്യിൽ തിരിച്ച് കിട്ടുന്നത് വരെ വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം തയ്യാറായെന്നുള്ളത് കാര്യമാണ്. അതിലേക്ക് കണക്ട് ചെയ്ത വേറൊരാളും കൂടിയുണ്ട്, സന്തോഷ് ഗിവർ എന്ന് പറഞ്ഞിട്ട്, തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹം. ഇവർ രണ്ടുപേരെല്ലാം മസ്കറ്റിലാണ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇത് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ സലീമൊക്കെ വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഹാപ്പി ആവുന്നു. ഇതുവരെ നമ്മളിപ്പോൾ ഇരിക്കുന്നൊരു നിമിഷം വരെ എല്ലാം ഭംഗിയായിട്ട് വന്നു. ഈ ഒരു കൊച്ചു ചിത്രം ഇനിയിപ്പോൾ ഫെബ്രുവരി 7 എന്നുള്ളതിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്, റിലീസ് ചെയ്യാം.
അല്ല ചെറിയ ചിത്രം എന്ന് പറയുമ്പോഴും ഇത് വലുതാണ്, അവർക്കും നമുക്കും വലുതാണ് ചെറിയ ചിത്രം. ഇതിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അപ്പം നമ്മളത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ടീസർ എന്ന് പറഞ്ഞ സംഭവം, നമ്മൾ സിനിമ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കും, ടീസർ വരും. ടീസറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്ന സമയത്ത് ഇപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പോൾ ഡയറക്ടറും ബാക്കി എല്ലാവരും കൂടി ഞങ്ങളെടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വിരട്ടിൽ പിടുത്തം കിട്ടാതെ ഇതെന്തോ സംഭവം അങ്ങനെയൊക്കെയാണല്ലോ എപ്പോഴും ചെയ്യുക. അതൊന്നും വേണ്ട. നമ്മൾ മലയാളികൾ, നമ്മൾ സാധാ ഒരു ചെറിയ ചിത്രമാണല്ലോ, ആ ചിത്രത്തിന് പ്രതീക്ഷിക്കുന്ന ടീച്ചർ തന്നെ അത് മതി. നമുക്ക് ഇത്തിരി ഈ ബഹളങ്ങളൊന്നും ഇല്ലാതെ, കത്തിക്കുത്തും കൊല്ലലൊന്നും ഇല്ലാതെ, പിന്നെ അകത്ത് ചെറിയ സ്ട്രഗിളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാണിക്കണ്ട. നമുക്കിതിനകത്തുള്ളൊരു കുറച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചെറിയൊരു സാധനം നമുക്ക് വിടാം എന്ന് പറഞ്ഞ് ഒരു പാട്ടിൻ്റെ പോർഷനാണ്. അതെ അതെ, അതങ്ങോട്ട് വൈറലായി. ഇപ്പോൾ 2 million ആയി. അതായത് ഈ കൊച്ചു ചിത്രം എന്നുള്ളതല്ല, ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും നമുക്കറിയാമല്ലോ ആളുകൾ എത്രയാണ് കാണുന്നത്. ഇപ്പോൾ വിജയ് പടമൊക്കെയാണ് നമ്മൾ ചില സംഭവങ്ങൾ വരുമ്പോൾ ഇത് 1 million ഒക്കെ 2 ദിവസം കൊണ്ടൊക്കെ വരുന്ന പോലെ നമ്മളൊക്കെ അന്തം വിട്ട് വേറെ അവസ്ഥയിൽ നിൽക്കുക, ഇതിനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയും ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ സിനിമ എന്നുള്ളത് കണ്ടുകൊണ്ടല്ല, ടച്ച് ചെയ്യുന്ന ഒരു സംഭവം. അതെ അതെ, ഞാൻ കണ്ടിരുന്നു, ടീച്ചർ കണ്ടിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനത് ഷിജിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ PR എൻ്റെ അടുത്ത് ഞാൻ കൊക്കര അല്ലേ? അതെ അതെ അതെ. ഈ നവാസ് ഒരു നടനാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് അല്ലേ? നവാസിൽ ഏറ്റവും ഇഷ്ടമുള്ള മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണോ, സിനിമയിൽ അഭിനയിക്കുന്ന നടൻ എന്ന നിലയിലാണോ? അപ്പോൾ പറയും ഭർത്താവ് എന്ന നിലയിലാണ്. അതല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് സ്റ്റേജ് പെർഫോമൻസിനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എൻ്റെ ഫാദർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഡിയൻസും ഈ നിൽക്കുന്ന ആർട്ടിസ്റ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അത് ഭയങ്കര പാടാണ് ഉണ്ടാക്കിയെടുക്കാൻ. അവിടെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അപ്പോൾ ഞാനൊരു ഡാൻസറാണ്, എനിക്ക് അറിയാൻ വേണ്ട. അപ്പോൾ അത് എല്ലാം കൂടി ഒത്തുവരണം. ഈശ്വരാധീനം വേണം, നമ്മളുടെ ആ ഒരു ടൈം, നമ്മുടെ മൈൻഡ്, ഇതെല്ലാം ഒത്തുവന്നാലാണ് സ്റ്റേജ് പെർഫോമൻസ് നന്നായിട്ട് പോകും. അപ്പോൾ എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നവാസ്ക നല്ല ക്യാരക്ടർ ചെയ്താൽ എനിക്കിഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒത്തിരി നല്ല ക്യാരക്ടറുകളൊന്നും നവാസ്ഖാനെ തേടി വരാറില്ല. ഇപ്പോൾ ഇവൻ വനിത എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ കുറച്ച് നല്ല ക്യാരക്ടറാണ്. പക്ഷെ അങ്ങനെ ചെറിയ ചെറിയ പടങ്ങളിലാണ് നല്ല ക്യാരക്ടറുകൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പെർഫോം ചെയ്യാൻ കൊടുത്താലല്ലേ നമുക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സീരിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ധ്യാനിൻ്റെ പടത്തിലാണെന്ന് തോന്നുന്നുണ്ട് നവാസ്ക ഭയങ്കര ഒരു പ്രായമുള്ളൊരു ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ അതെനിക്ക് 2-3 സീനുള്ളൂ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടം, അതിനകത്തൊരു ഞാൻ കുറച്ച് സീക്വൻസ് ഉള്ളൂ അത്, പക്ഷെ അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. എൻ്റെ ഒരു ഏജ് അല്ല, കുറച്ചുകൂടി മാറിയുള്ളൊരു നല്ല ഏജുള്ള കഴിഞ്ഞ ഒരു സിനിമയാണെങ്കിലും രഞ്ജിത്ത് സിനിമയാണ്. അല്ല, അന്വേഷണത്തിൽ നമ്മുടെ ആ ക്യാരക്ടർ നല്ല ക്യാരക്ടർ വേറെയാണല്ലോ. പക്ഷെ ഇത് ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മനുഷ്യന്റെ പടത്തിലെ ക്യാരക്ടർ വേറെയാണല്ലോ. അതെ അതെ അതെ. ഈ ക്യാരക്ടറിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ ക്യാരക്ടർ റോളുകളിലേക്ക് എന്നുള്ള അത് ആ ഒരു ടൈമിന്റെ അറിയാലോ. ഇപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും സംഭവിക്കുമല്ലോ, നമ്മൾ മാറി ചിന്തിക്കുമല്ലോ. അപ്പൊ ക്യാരക്ടർ റോളുകൾ ചെയ്യണം എന്നുള്ള ഈ പടം വന്നപ്പോൾ ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞ അതാണ്, അത് നല്ലൊരു ക്യാരക്ടർ ചെയ്യാം. അപ്പോൾ അവര് പറഞ്ഞ അത് വേണ്ട, ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നവാസ്കർ ചെയ്ത ഓക്കെയാണെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഇപ്പം രഹന പറഞ്ഞ പോലെ തന്നെ നവാസിന് വേണ്ടത്ര രീതിയിൽ സിനിമയിൽ വേഷങ്ങൾ കിട്ടുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷക നിലയ്ക്ക് എനിക്കും തോന്നുന്നുണ്ട്. അതെ, അത്തരം ഒരു തോന്നൽ നവാസിനും ഉണ്ടാകാറില്ല, സ്വയം ഉണ്ടാകാറില്ല. അത്തരം തോന്നലുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സമയം വരെ നമ്മൾ കുറേ തമാശ റോളുകൾ ചെയ്തു പോയപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പണ്ട് മുതൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ ഏതെങ്കിലും പടത്തിലൊക്കെ ചെറിയ പടങ്ങളോ അല്ലെങ്കിൽ വലിയ പടങ്ങളോ ഒക്കെ എന്തെങ്കിലും തമാശ റോളോ കാര്യങ്ങൾ ചെയ്തു പോയി നമ്മുടെ ക്യാരക്ടറിനൊക്കെ അത് ബാധിക്കും. ക്യാരക്ടർ റോളിൽ ഫോക്കസ് ചെയ്താലാണ് അത്തരമുള്ള സീരിയസ് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോൾ റേന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിനെയും സിനിമയൊക്കെ ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണ്. അതിപ്പോൾ അതായത് കണ്ടിട്ടുള്ള വേദികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ എത്രയോ വേദികൾ കൂട്ടിയിട്ടുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ സിൻസിയറായിട്ടാണ് അത് ചെയ്യുന്നത്. ആ വരുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അവിടെ അതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ മതി, സിനിമയാണെന്ന് അങ്ങനെയല്ല. ഞാൻ എല്ലാ സ്ഥലത്തും നമ്മൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേർതിരിവ് കാണിച്ചത് അങ്ങനെ ഇങ്ങനെ പോകണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു പ്രായം അല്ലെങ്കിൽ നമ്മുടെ പക്വത നമ്മൾ ചിന്തിക്കുന്ന ഒരു തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് സ്വാഭാവികമാണത്.
അതിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതിൽ ഒരു ആൻസർ എനിക്ക് ഇനിയും കിട്ടാതെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒത്തിരി സുഹൃത്ത് വലയമുണ്ട് അല്ലേ, ഒത്തിരി സുഹൃത്ത് വലയുണ്ട്. ഒരു മിമിക്രിയിലൂടെ വരുമ്പോൾ ആ മിമിക്രിയുടെ തുടക്കം മുതൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി സുഹൃത്ത് വല. ഇവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, ഇവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നവാസ് എന്ന വ്യക്തി എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് സെൻറ്റിമെൻറ്റ്സ്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സംഭവം പ്രൊഫഷണൽ കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ആളാണത്. ഞാനത് ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ്. ആ രീതിയിലുള്ള അവരൊരു പടം അനൗൺസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ വിളി കുറയ്ക്കും. മനസ്സിലാവുന്നുണ്ട? കാരണം ഇവിടെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള നിലനിൽപ്പുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റുള്ള ഒരാളെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അതേപോലെ ലീഡിങ് റോളല്ല ഞാൻ പറയണത്, ചെറിയ ചെറിയ റോളുകളാണെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഒരാൾ ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ ഡയറക്ടറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണെന്ന് വിചാരിക്കുക, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, അദ്ദേഹത്തെ ഞാൻ ശ്രമിച്ചിരിക്കും, പക്ഷേ ഈ ക്യാരക്ടർ വേണമെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ സിനിമയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇത്തരം ചില മുഖങ്ങൾ വെച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് അത്ര ആ ഒരു വലിയ റോൾ അങ്ങനെ കൊടുത്താൽ ഞാൻ അതിന് അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് എനിക്കറിയാവുന്നതിൻ്റെ പേരിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിന് മുമ്പ് ഭയങ്കര കണക്ഷൻ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റിങ്ങിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെ സിനിമ അനൗൺസ് ചെയ്തുമ്പോൾ ഞാൻ ആ വിളി കുറയ്ക്കും. കാരണം വെച്ചാൽ എൻ്റെ ഒരു കോള് കൊണ്ട് അങ്ങനെ തോന്നലുണ്ടാവേണ്ട. ആ ഒരു കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കാര്യം എന്താ വെച്ചാൽ ചില പടത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് വിളിക്കും, വിജയിച്ച മിക്ക പടങ്ങളും. പക്ഷെ അത് പിന്നെ എങ്ങനെയോ തട്ടി വേറെ എന്തോ, അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും ഇന്ന ആൾ പറഞ്ഞിട്ടാണ് വേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സോറി പറയും നവാസ്ഖാനെ വെച്ച്. അപ്പോൾ അത് എനിക്കും അറിയാമല്ലോ അത്. അപ്പോൾ ഈ മൂവി ഇറങ്ങുമ്പോൾ ഞാൻ പറയും ഞാൻ ഈ പടം കാണാൻ വരില്ല എന്നും പറയും. എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ വരില്ല എന്ന് പറയും. പക്ഷെ നവാസ്ക്ക് പറയും അങ്ങനെ പറയരുത്, എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയാണ്, നമ്മളങ്ങനെ പറയരുത്. ആരോ ഒരാൾ എന്തോ ട്രബിൾ ചെയ്തതിന് നമ്മളങ്ങനെ കാണുക, നമ്മൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുക. ഇപ്പോൾ ഈശ്വരൻ നമുക്കത് തരാൻ വിധിച്ചിരുന്നെങ്കിൽ അതാരും കൊണ്ടുപോകില്ല, അതെനിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതെനിക്ക് വിധിച്ചിട്ടില്ലാത്ത കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. അപ്പം അങ്ങനത്തെ മൈൻഡിൽ എടുക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയണത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലും നല്ലതല്ലാന്ന് തോന്നുന്നു. കാരണം അതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാ ബിസിനസ്സിലും എല്ലാ പ്രൊഫഷനിലും സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ കാണുന്നതാണ് കേട്ടോ. കാരണം അതിനകത്ത് ഒരാളെ നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതിലും കുറ്റം പറയുന്നതിലൊന്നും അതൊക്കെ വെറുതെ വിഡ്ഢിത്തരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആ ചർച്ച പോലും അതങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. ഇതാണ് നവാസ്, അതാണ് രഹന പറഞ്ഞത്, അതാണ് രഹന പറഞ്ഞത് സത്യം. ഇതാണ് നവാസ്. ചർച്ച ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല നവാസ്. ഇപ്പൊ രഹന പറഞ്ഞ ഒരു പോയിന്റ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നവാസിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ മറ്റൊരാളെ പറഞ്ഞ് വേണ്ട എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയ്ക്കും മക്കൾക്കും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ആ കഥ നവാസിന്റെ കഥ കേൾക്കുന്നോണ്ടാ സ്വാഭാവികമായിട്ടൊരു ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഭാര്യ എന്ന് വെച്ചാൽ കലാകാരിയും കൂടിയാണ്. ഒരു ബുദ്ധിമുട്ട് തുറന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതാണ് സത്യം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നവാസ് അത് ഈസി ആയിട്ട് അങ്ങനൊക്കെ നമ്മൾ പറഞ്ഞ അതിന്റെ ആ പുറകെ പോകുന്നതില്ല, ആ അന്വേഷണമില്ല. ആ അന്വേഷണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കാരണം നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ പറയും നിങ്ങൾക്കൊക്കെ ഇത്ര പ്രായമുണ്ടോ, നിങ്ങൾക്ക് ഭയങ്കര ചെറുപ്പമായിരിക്കണല്ലോ, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ടോ അതല്ലാതെ ഒക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ട് ഇപ്പോൾ മക്കൾ എന്ത് പഠിക്കും, മക്കളും മോളിങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ എന്ത് പഠിക്കുന്നു, അത്ര 3 മക്കളുണ്ടോ എന്നൊക്കെ ഇവർ പറയുമ്പോൾ എന്താണത്? ഞാൻ പറഞ്ഞു ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങണത്. ഞാൻ ഈ നിമിഷം വരെ ഒരു രാത്രി പോലും ഉറങ്ങാത്ത ദിവസം ഉണ്ടായിട്ടില്ല. 1 മണിക്കൂർ പോലും ഇന്നെന്താണ് ഉറക്കം വരുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങണത്. ആ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. മനസ്സിലായ? ബാക്കി പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞ നേട്ടങ്ങൾ, അവിടെ നിന്ന് അത് കിട്ടി ഇത് കിട്ടി, ആ സംഭവത്തിന് അത് പോയി പിടിക്കും. ഈ സംഭവത്തിലാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് തന്നൊരു സ്ഥലം എവിടെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കിട്ടുന്നത് ഭംഗിയാക്കി ചെയ്യുക, സമാധാനമായിട്ട് ജീവിക്കുക. അത് ഒരു ലൈഫല്ലേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ അത് ഏറെക്കുറെ ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ നവാസ്ക്ക് ഇങ്ങനെ പറയില്ല. പിന്നെ വിളിച്ചിട്ട് ഇതുപോലെ കിട്ടാതെ ക്യാരക്ടർ മാറിപ്പോകുമ്പോഴും
പക്ഷെ എനിക്കും പിന്നെ കുഴപ്പമില്ലാതെ കാര്യം Adjust ആയി. അല്ല ആ ആളുടെ പടം ഇറങ്ങും ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോയി കാണും. നമ്മളും അങ്ങനെ ആയി. പക്ഷെ അതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല നമുക്ക് സമാധാനം കിട്ടും. അത് ശരിയാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ്സാണത്. അതെന്താണ് അങ്ങനെ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അല്ലാത്തതിന് അതിൻ്റെ പുറകെ നമ്മൾ പോകാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. എൻ്റെ അങ്ങനെയാണ്. കാരണം വെച്ചാൽ അത് വരേണ്ടത് വേറെ എന്തൊക്കെ തടസ്സങ്ങൾ, ഇപ്പോൾ ഒരു വ്യക്തികൾ എന്നല്ല ഞാൻ പറയണത്, മറ്റെന്തെല്ലാം തടസ്സങ്ങൾ സംഭവിക്കാം. പക്ഷേ നമ്മളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വരും, പറന്നു വരും. നവാസ് ചെയ്തു വെച്ച സിനിമയിൽ ഏറ്റവും തൃപ്തി നൽകിയതും നവാസിന് ഇന്നും മനസ്സിലാഴത്തിൽ തട്ടിയ സിനിമ ഏതായിരുന്നു? ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന എങ്ങനെയൊക്കെ ചെയ്തു പോയ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പലതും വൈറലാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഏതാന്ന്. കാരണം വെച്ചാൽ വൈറലാണ് പല സീനുകളും. കോട്ടക്കര എന്ന് പറയുന്ന സാധനം വൈറലാണ് ഇപ്പോൾ. പരസ്പര ബന്ധമില്ലാതെ കഴിയുന്ന മൈഡിയർ കരടി എന്ന് പറയുന്ന സംഭവത്തിൽ. കാരണം നമുക്ക് തൃപ്തി തരുന്നു, തൃപ്തി തരില്ല എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ എങ്ങനെയോ ചെയ്തു പോയി ആ ഒരു പ്രായത്തിൻ്റെ സംഭവത്തിൽ എന്തൊക്കെ തമാശകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വളിപ്പ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോയി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പിള്ളേർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏത് പറയും. ഒരു ദിവസം മായാജാലം എന്നുള്ള പടത്തിൽ, ഒരു ചെറിയ പടമാണ്, ബാലഗിരി സാറ് ചെയ്ത പടം, മുകേഷ് ചേട്ടനാണ് അതിൽ കയറും, പ്രേംകുമാരൻ ചേട്ടൻ, ഞങ്ങൾക്കൊക്കെ എല്ലാം കോമ്പിനേഷൻ വരുന്നത്, പപ്പുച്ചേട്ടൻ എല്ലാവരും ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഏജിൽ നിന്ന് കുറച്ച് വേഷമൊക്കെ കിട്ടിയൊരു പ്രായമുള്ള ക്യാരക്ടറായിട്ട് ഞാൻ എന്താ മോളെ എന്നൊക്കെ പറഞ്ഞ് പക്ക മിമിക്രി ടോൾ ചെയ്തൊരു സാധനമാണത്. തൃശ്ശൂർ ഞാൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുമ്പോൾ ഒരു ഫാമിലി അവർ കുറേ നേരമായിട്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. കഴിച്ചൊരു വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നവാസ് ഞങ്ങളുടെ കയ്യിൽ ഒറ്റ CD ഉള്ളൂ കേട്ടോ, അത് മായാജാലമാണ്, ഞങ്ങൾ USA-ലാണ്, ഇടയ്ക്കിടയ്ക്ക് അത് കാണും. അപ്പോൾ ഈ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൾ എടുക്കുന്നത് ഏതാണ്, അവർ സ്വീകരിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്തതെല്ലാം തൃപ്തിയോടുകൂടി ചെയ്തതാണ്. നവാസിന് ഒരു എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും എപ്പോഴും നവാസിനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആരായിരിക്കും? കൈപിടിച്ച് ഉയർത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പോഴും അങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ ഇല്ലല്ലോ. സ്റ്റേജിലില്ല. അല്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയിലാണെങ്കിലും മറ്റാണ് ഇപ്പോൾ കുറച്ചിങ്ങനെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് പോകുന്നുള്ള അല്ലാതെ അങ്ങനെ അതിപ്പോൾ നമുക്കിപ്പോൾ ചെയ്ത വേഷങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് തന്നവർ തന്നെയല്ലേ. ഇപ്പം നമുക്കിപ്പോൾ ഈ നിഷാദിന് ഇപ്പോൾ ഈ പടം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ തന്നേക്കണതല്ലേ. വേറെ ഏതെല്ലാം ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്യാം, അതവൻ ചെയ്യട്ടെ, അത് നല്ലതായിരിക്കും. ഇപ്പോൾ ലോഹി സാറ് ചെയ്ത ചക്കരമുത്ത് എന്നുള്ള പടം, അത് ആ പടം ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ പല പല ആർട്ടിസ്റ്റുകളും പല സംഭവങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പോൾ ലോഹി സാറ് പറഞ്ഞത് വെച്ചാൽ ഇവൻ്റെ മുഖമുള്ള ഒരാളാണ്. അപ്പം ലിസ്റ്റ് ഇടുമ്പോൾ പല പേരുകളും ചിലപ്പോൾ വന്നേക്കാം. അത് അവൻ്റെ ഫേസുള്ള ഒരാൾ വേണം. അങ്ങനെയൊക്കെ മുടിയൊക്കെ ചീകി ഭയങ്കര ഇതിലൊക്കെ നടക്കുന്ന ചില ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്ന ആളുകളുണ്ട്, അവനെ പോലെ ആൾ വേണം എന്ന് ഞാൻ അതിന് മുമ്പ് ചാൻസ് ചോദിച്ചിട്ട് നമുക്ക് പാഷൻ കിട്ടിയിട്ടില്ല. മനസ്സിലാവണ്ട. കാരണം വെച്ചാൽ എന്നെ വിളിച്ച ഒരു ക്യാരക്ടർ ലോഹി സാറ് നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഷൊർണൂർ പോയി, ഞങ്ങൾ കാളപ്പൂട്ട് മത്സരമില്ലേ, അതൊക്കെ പോയി കണ്ടുവന്ന്. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു അച്ഛൻ്റെയും മകൻ്റെയും വളരെ വല്ലാത്തൊരു ബന്ധമുള്ളൊരു സിനിമയായിരുന്നു. അത് ഒരു കഥയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അറിഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടൻറ്റ് വേറൊരു പടത്തിൽ അങ്ങനെ ഈ ഒരു സംഭവമൊക്കെ വന്നപ്പോൾ ആ പ്രോജക്റ്റ് തന്നെ മാറിപ്പോയി. അതെനിക്ക് ഉണ്ടായ വലിയ നഷ്ടമാണ് ലൈഫിൽ, ഭീകരമായിട്ടുള്ള നഷ്ടമാണ്. പക്ഷെ അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല അതൊന്നും. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു പടം വന്നപ്പോൾ വിളിച്ചത്. അതും നമ്മൾ അതങ്ങനെ പോയതുകൊണ്ട് അല്ല, ഈ ക്യാരക്ടറിന് അങ്ങനെ മുഖമുള്ള ആ ഒരു സ്ട്രക്ചറുള്ള ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പം ഞാൻ പറയണത് ഏതായിരിക്കും, നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നതല്ല സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വിളിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, മറ്റു പല സന്തോഷങ്ങളും. അപ്പോൾ നമ്മളെല്ലാത്തിനും അങ്ങനെ കണ്ടാൽ പോരെ. മാപ്പ സിനിമയിൽ നിൽക്കുന്ന കാലത്ത്, ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സിനിമാ ജീവിതം? സിനിമാ ജീവിതം എന്ന് ചോദിക്കും, സിനിമയിലേക്കുള്ള നമ്മുടെ ഒരു നമ്മളന്നൊന്നുമല്ല. നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ കലാഭവനിൽ കയറിയ ഒരു ടൈമാണ്. സിനിമയെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമല്ല. എനിക്ക് തോന്നുന്നത് വാത്സല്യത്തിൻ്റെ വിജയം ആഘോഷം 50-ാം ദിവസമാണെന്ന് തോന്നുന്നു, 50-ആണോ 100-ആണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഷൊർണൂർ ഏതൊരു ഭാഗത്താണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ പോയിട്ട് മിമിക്രി ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് കലാഭവനിലുണ്ട് ഞാൻ. അങ്ങനെ പിന്നെ 1-2 സ്ഥലം ലൊക്കേഷനിലൊക്കെ പോയ ചെറിയ ഓർമ്മ എനിക്കുള്ളൂ. അല്ലാതെ അത് നമ്മളൊരു സിനിമയിലേക്ക് എന്നുള്ള സംഭവം വന്നിട്ടില്ല. ആ ഒരു പേരിൽ
അല്ല അദ്ദേഹത്തിന്റെ മകൻ നിലയ്ക്കുള്ള അത്തരത്തിലുള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതാണോ ഈ പ്രൊഫഷനാണോ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തിരഞ്ഞെടുക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് പോവുക. നമ്മുടെ ഒരു എത്തിക്സ് അത് കീപ്പ് ചെയ്ത് പോകാന്നുള്ള സംഭവം അല്ലാതെ വേറൊന്നും വാപ്പയുടെ ഭാഗത്തുനിന്ന് എൻ്റെ മക്കളാണ് അവർക്ക് ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം പുള്ളിയുടെ കാര്യം തന്നെ പുള്ളി നോക്കാറുണ്ട്. പിന്നീട് സ്റ്റേജുകളിൽ വാപ്പച്ചിയുടെ സൗണ്ട് എടുത്താണ് കയ്യടി വാങ്ങിയത് ഏറ്റവും കൂടുതൽ. പിന്നീട് വാപ്പച്ചിയുടെ സൗണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ. വീട്ടിലും ചെയ്യും, ഉമ്മിച്ചീനെ പറ്റിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഭയങ്കര പ്രശ്നമല്ലേ, കാര്യം നമുക്കിപ്പോ നമ്മുടെ ഹസ്ബൻഡിന്റെ വോയിസ് നന്നായി അറിയാം, എന്നിട്ട് ഒരു മകൻ അപ്പുറത്ത് എടുക്കുമ്പോൾ അത് ഹസ്ബൻഡ് ആണെന്ന് വിചാരിച്ച് ഉമ്മ റിയാക്ട് ചെയ്യും, അത് വലിയൊരു സംഭവമല്ലേ. ഇപ്പൊ എന്റെ മോൻ വന്നിട്ട് നവാസ്കാടെ വോയിസ് എടുത്തിട്ട് ഞാൻ ട്രബിളിലായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഡേഞ്ചർ അല്ലേ. അപ്പൊ അത്രയും ഡിറ്റോ ആയ കൊണ്ടിട്ട് വോയിസ് അത്രയും ക്ലാരിറ്റിയിൽ കിടക്കുന്നോണ്ടല്ലേ തെറ്റിദ്ധരിക്കുക. ഞാൻ എത്രയോ സ്റ്റേജുകൾ കേട്ടിട്ടുണ്ട്, എത്രയോ കാസറ്റ്. അല്ല അങ്ങനെ ഒരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു പിന്നീട് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹ്റിനിൽ വെച്ച് ഇതുപോലെ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പയുടെ മരണ വാർത്ത അറിയുന്നത്. നമ്മൾ ലീഡ് ചെയ്യുന്ന പ്രോഗ്രാം കലാഭവൻ്റെ അവിടെയാണ്. പിന്നെ എനിക്ക് എത്താൻ പറ്റിയില്ല, ഇങ്ങനൊരു വല്ലാത്തൊരു ട്രാജഡിയും കൂടി നടന്നൊരു സമയമാണത്. ആ സമയത്തല്ലേ അന്ന് വാപ്പച്ചിയുടെ സൗണ്ട് അവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വാപ്പച്ചി അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ റൂമിൽ വരുമ്പോഴാണ് ന്യൂസ് അറിയണത്. എന്തായാലും വാപ്പച്ചി എല്ലാം കാണുന്നുണ്ട്. അതെ, ആ വാപ്പച്ചിയുടെ സൗണ്ട് ഒന്നും എനിക്ക് കേൾക്കണമെന്നുണ്ട്. ചെറിയൊരു ഓർമ്മ ഉള്ളൂ കേട്ടോ, അങ്ങനെ എപ്പോഴും ചെയ്യാത്തതുകൊണ്ട് അവർ പെർഫെക്ഷൻ അറിയില്ല. നിർത്തി, ബീഡിവലി നിർത്തി, സിഗരറ്റാണ് ഇത്ര കുഴപ്പമില്ല. രാഘവ പാടോ വെള്ളോ എവിടെ? നമുക്ക് എത്ര കേട്ടാലും മനസ്സിൽ നിന്ന് പാത്തൊരു സംഭവം. അല്ല, അത് ആളുകൾ എപ്പോഴും എടുത്ത് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു സീന് ഓർത്തിരിക്കുന്ന സിനിമയാണ്. ഈ രഹനയ്ക്ക് സ്റ്റേജ് പെർഫോമൻസ് ഇഷ്ടമാകുന്നുണ്ടോ? രഹന എങ്ങനെയാണ് നവാസിന്റെ സ്റ്റേജ് പരിപാടികൾ കണ്ടിട്ട് അങ്ങോട്ട് അടുത്ത് കൂടുന്നത്? നവാസ് സ്കിറ്റ് ചെയ്യും. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്കിറ്റ് ചെയ്യുമ്പോഴും അതെ, അതേപോലെ ജാനകിയുടെ വോയിസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കയ്യിൽ നിന്ന് പോയ ഒരു കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് പല സ്റ്റേജിലും ചിലപ്പോൾ പ്ലസ് ഒന്നും ഇടാണ്ട് സ്ട്രെയിറ്റ് ഒക്കെയാണ് പാടണമെങ്കിൽ ഭയങ്കര ടെൻഷനാവും ആ സമയത്ത്. പക്ഷെ അത് യാദൃശ്യമായിട്ട് സംഭവിച്ചാണത്. കാരണം വെച്ചാൽ ടി കെ രാജകുമാർ എന്ന ഡയറക്ടർ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ആലുക്കാസ് ഫെയറി ടെയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുബായിൽ ഷോ നടക്കുമ്പോൾ ഞാനിങ്ങനെ റിഹേഴ്സൽ നടക്കുക ഞങ്ങളെ അവിടെ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മൂളിയതാ. ഞാൻ ഇവിടെ ഒരു പാട്ട് സൂര്യകാന്തി 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 സ്വപ്നം കാണുവതാരേ ഇങ്ങനെ പുള്ളി. അപ്പോൾ അതിനകത്ത് ഒരു പ്രോഗ്രാമിൻ്റെ കണ്ടന്റിലാണ് പോണ ഷോ മൊത്തം പോണത്. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് ഡയറക്ടറായിട്ട് ഞാനാണ്, ഒരു നാടകത്തിൻ്റെ മൂഡിലാണ് പോകുന്നത്. ആ ഡയറക്ടർ കുറച്ച് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവരും വന്നോ, എല്ലാം റെഡി അല്ലേ എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു പാട്ട് പാടിയപ്പോഴേ ഒരു കാര്യം ചെയ്യുന്ന ആദ്യം എൻട്രി ആയിട്ട് ഈ പാട്ട് രണ്ടുപേരും പാട്, ഇത് കുഴപ്പമില്ല നന്നായിട്ടെന്ന് പറഞ്ഞു. ആ പാട്ട് പാടിയിട്ട് നമുക്ക് അടുത്ത ഡയലോഗിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ തീരുമാനിക്കുന്നതാണ്. ഞാനത് പാടി പല്ലവി പാടി, പിന്നെ അത് ഫുള്ള് പാടേണ്ട അവസ്ഥ വന്ന് അങ്ങനെ പാടി നമ്മുടെ അരിശിമാട്ടി അങ്ങനെ കുറേ പേരൊക്കെ നമ്മൾ കോമ്പിനേഷൻ വരുന്നുണ്ട്. ആ കണക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു ഭയങ്കര രസമായി, ഭയങ്കര ആളുകളുടെ റിയാക്ഷൻ ഭയങ്കര ഇതായിരുന്നു. അല്ല പിന്നെ അന്ന് തൊട്ട് ഇപ്പൊ നമ്മൾ ഏത് ഈവൻ ഒരു കോളേജിലോ സ്കൂളിലൊക്കെ ഒരു ഫംഗ്ഷന് പോയാൽ പോലും അത് പാടിപ്പിച്ചിട്ട് വിടുള്ളൂ. അതെ അതെ, അതാണ്. അപ്പൊ അത് രാജ്കുമാർ സാറാണ് അതിന്റെ പുറകിലൊരു സപ്പോർട്ട്. അത് കയ്യിൽ നിന്ന് പോകുന്നുള്ള ഭയപ്പെട്ട എനിക്കുണ്ടല്ലോ, രഹനക്ക് മാത്രല്ല എനിക്കുണ്ട്. പിന്നീട് അത്തരം സൗണ്ടുകളിൽ പാടി ശരിക്കും തെളിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മുടെ അടിമാലി ഷൈജു അടിമാലി ഇങ്ങനെ കുറച്ച് ഷോ ചെയ്യുമായിരുന്നു. പല വോയിസിൽ പല ശബ്ദങ്ങളിൽ പാടാം. ജാനകിയമ്മയുടെ സൗണ്ട് ഒക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ അവന്റെ ഷോയും കാണാൻ ഞാൻ പോകാറുണ്ടായിരുന്നു. നമ്മുടെ ഇടുക്കിക്കാരനും കൂടെ ആണല്ലോ, അപ്പോൾ അങ്ങനെ പോകാറുണ്ട്. പിന്നെ ഈ സൗണ്ടുകൾ കുറെ ആക്ടേഴ്സിന് എടുക്കുമായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടം ആരുടെയായിരുന്നു? നവാസ്ക പപ്പുച്ചേട്ടൻ്റെ എടുക്കണം, MS തൃപ്പൂണിത്തറയുടെ ഇഷ്ടമാണ്. കാരണം അത് നവാസ്കാക്ക് ഇഷ്ടമാണ് അവരെ രണ്ടുപേരും. എന്നുവെച്ചാൽ പപ്പുച്ചേട്ടൻ്റെ സീനൊക്കെ നമ്മളിങ്ങനെ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ പപ്പുച്ചേട്ടൻ ഇങ്ങനെ ഡയലോഗ് പറയില്ലേ, അപ്പം നവാസ്കാരുടെ ചുണ്ട് ഇങ്ങനെ അത് കൊടുത്തിട്ടേ ഇരിക്കും. അതായത് സൗണ്ടൊന്നും വരുന്നില്ല, പക്ഷേ ഇങ്ങനെ ലിപ്പ് പോകും.
കാരണം അത്രയും ഭയങ്കര ഇതാണ്. പപ്പുചേട്ടൻ്റെ എന്ത് സീൻ കണ്ടാലും നവാസ്കാരുടെ ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട്. നമുക്ക് അന്നത്തെ കുറേ ആക്ടേഴ്സ് നമ്മളെ വിട്ടുപോയവരില്ലേ, ഇപ്പോൾ പപ്പു ചേട്ടൻ, ഒടുവിലേട്ടൻ, പിന്നെ ശങ്കരാടി ചേട്ടൻ, സോമൻ ചേട്ടനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനി അങ്ങനെ നമ്മളെപ്പോഴും പറയുമല്ലോ പകരം വെക്കാൻ പറ്റാത്ത അത് തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ വീട്ടിലൊരു അമ്മാവൻ, ഒരു വലിയേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ശരിക്കും നഷ്ടം തന്നെയാണ് നമുക്കത്, ഭീകരമായിട്ടുള്ള നഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അത്ര ഇൻവോൾവ് ആണ്. ഇവരുടെ ഓരോ ക്യാരക്ടേഴ്സ് വരും, ഓരോ പടത്തിൽ വരുമ്പോഴും ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ശബ്ദം അറിയില്ല ശങ്കരാടി ചേട്ടൻ്റെ, ഇങ്ങനെ ഇന്നസെൻ്റ് ഏട്ടനായിട്ട് ഇങ്ങനെ പറയും മിഥുനം എന്നുള്ള പടത്തിന് എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. ഇനി അങ്ങനെ സംഭവിച്ചാൽ ആടിച്ചതിൻ്റെ മുട്ടുകാലം ഞാൻ ഒടിക്കും, എന്നാൽ അമ്മാവിൻ്റെ മുട്ടുകാലം ഞാനും ഒടിക്കും. അത് ഒരിക്കലും ഒരമ്മാവനോട് അങ്ങനെ അയ്യോ ഇവരില്ലാണ്ട എന്താ ചെയ്യുക, അവൻ്റെ സമനില തെറ്റിയിരിക്കുക. അതായത് ആ പറയുമ്പോഴുള്ള റിയാക്ഷൻ ഒരു വീട്ടിൽ നടക്കുന്ന പോലെ തന്നെയാണ്. ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ച ശബ്ദം ആരുടെയായിരുന്നു? അല്ല അത് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ MS ചേട്ടൻ്റെയും പപ്പു ചേട്ടൻ്റെ ഒക്കെ അന്ന് ജനാർദ്ദന ചേട്ടനൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരുവിധമൊക്കെ എല്ലാം ഇതാണ്. പിന്നെ അതിനെ കണക്ട് ചെയ്ത് നമ്മളൊരു പാട്ട് പോലൊക്കെ വന്ന് ഇത് ഈ പാട്ടിനോടുള്ള താല്പര്യം തന്നെയാണ് പലപ്പോഴും ഇവരെ കൊണ്ട് പാടിപ്പിക്കാനുള്ള ഒരു സംഭവത്തിലേക്ക് വന്നത്. അങ്ങനെയൊക്കെ പലതും കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളൂ. അല്ല ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഒത്തിരി മിടുക്കന്മാരായ ആളുകൾ വന്നു. അയ്യോ അല്ലേ, പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു അനുകരണം എന്നുള്ള സംഭവം വിട്ട് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് എത്തി. അതിലെത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാരണം വെച്ചാൽ അത്രയും ആളുകളിലേക്ക് ഇങ്ങനെ കിടക്കണം. പിന്നെ ന്യൂജൻ ഒരു സംഭവത്തിലേക്ക് വന്ന പുതിയ പുതിയ സ്റ്റാർസുകൾ അങ്ങനെ ഇപ്പോൾ സ്റ്റഡി ചെയ്ത് വരുന്നൊക്കെ പയ്യന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവരുടെയൊക്കെ സിനിമകൾ ഡബ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ തമിഴിലേക്കോ തെലുങ്കിലേക്കൊക്കെ വരുന്ന സമയത്തും ഇവരെ വിളിച്ചാണ് ചെയ്യുന്നത് പലതും. കാരണം അത് നമ്മൾ സിനിമ ആണ് നമ്മൾ അറിയുന്നില്ല, അത് അവർ തന്നെ ചെയ്താന്ന് നമ്മൾ വിചാരിക്കും. വളരെ രഹസ്യമായിട്ട് അങ്ങനെ ചെയ്യിക്കുന്നുണ്ട് പലവരെയും വെച്ച്. അങ്ങനെ ഉണ്ട്. ഈ നവാസിലുള്ള ഏറ്റവും പോസിറ്റീവ് എന്താണ്? നവാസ്ക എല്ലാം അക്സെപ്റ്റ് ചെയ്യും. കാര്യം ആരെന്ത് ചെയ്താലും അത് തന്നെയാണ് നെഗറ്റീവ്. കാര്യം എല്ലാം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും അക്സെപ്റ്റ് ചെയ്യും, അത് ഇങ്ങോട്ട് എടുക്കുകയില്ല. ഇതിലെ കൂടി കേട്ട് ഇതിലെ കൂടി വിടും, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതെ. പക്ഷെ നമുക്ക് വീട്ടിലൊരു കൂളിംഗ് മൈൻഡാണ്. കാര്യം എന്ത് കാര്യത്തിലും കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു പോകും. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് പലരും നവാസ്കാർക്ക് കൊടുത്തിരിക്കുന്ന പിക്ചർ അതല്ല നവാസ്ക ആക്ച്വലി. പക്ഷെ എനിക്ക് പുറത്തുനിന്നുള്ള പിക്ചർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരാളേ അല്ല നവാസ്ക. പക്ഷെ ഞാൻ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിലേ നമ്മൾ ചില കാര്യങ്ങൾ ഈ നെഗറ്റീവ് നമ്മളൊന്നും അക്സെപ്റ്റ് ചെയ്യരുത്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് വലിയൊരു പരാജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ നെഗറ്റീവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മുടെ വിഷമങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. വിഷമങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കൂടുന്നത് നമ്മൾ അംഗീകരിക്കാൻ പറ്റാതാകുമ്പോഴാണല്ലോ ഈ സാധനം വരുന്നത്. നമ്മളൊരാൾ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കൊരാളായിട്ട് പണിത് നമ്മൾ അറിഞ്ഞു, ഇതിൻ്റെ ഇങ്ങോട്ട് ഇതിരിക്കുമ്പോഴാണല്ലോ പ്രഷർ വരുന്നത്. അപ്പോൾ ഗുളിക കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് സംഭവിച്ചല്ലോ, സംഭവിച്ചു പോയൊരു കാര്യമാണ്, അതിനെ അംഗീകരിക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഇനി അത്തരം സിറ്റുവേഷൻ വരാതിരിക്കാൻ നോക്കിയാൽ പോരെ. അല്ല അതാണ് കാരണം ഭൂരിഭാഗം ഡോക്ടേഴ്സിനെ കാണുന്നതും മെഡിക്കൽ ഷോപ്പുകൾ വളരുന്നതൊക്കെ ഈ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ഇഷ്ടം പോലെ അല്ലേ. പക്ഷെ എല്ലാവരും കൊണ്ടും കഴിക്കില്ല നവാസ്. എനിക്ക് നവാസിനെ എത്ര വർഷമായിട്ട് അറിയാം. നവാസ് എപ്പോഴും ഒരു കൂൾ മൈൻഡാണ്. ഞാൻ നവാസ് ഒരു സ്ഥലത്ത് ദേഷ്യപ്പെട്ടതായൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ അറിവിലില്ല എന്നുള്ളതാണ്. അല്ല അത് നമ്മൾ മനഃപൂർവ്വം അതായത് കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാളൊരു കാര്യം നമ്മുടെ അടുത്ത് പറയുമ്പോൾ, അയാൾ വഴക്കിടുമ്പോൾ, അയാൾ ഒച്ച വെക്കുമ്പോൾ, നമ്മൾ പലരും പറയുന്നൊരു കാര്യമാണ്, നമ്മളതിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല. അയാൾ നമ്മുടെ അടുത്ത് ഒച്ച വെക്കണം എന്തിനാ, പറടാ നീ അത് ചെയ്യടാ നീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. വേണ്ട, നീ ചെയ്തോ, നിൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നീ അനുഭവിച്ചു, ഞാനതെടുക്കേണ്ട കാര്യമില്ലല്ലോ, ഞാനതിന് അടിമപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പാവം പറയണ ഒരു സംഭവത്തിൽ ഞാൻ അതിനെ പോണത്. നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്,
പിന്നെ ആ പറയുന്ന ആള് അയാളുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് എന്നുള്ള കാര്യമുണ്ട് ഇല്ലേ, എന്തിനാണ് അതങ്ങനെ പറയേണ്ടത് എന്ന് നമ്മൾ ചിലപ്പോൾ അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിയാലും പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴും ചിന്തിക്കണം, അയാളങ്ങനെ പറഞ്ഞത് ഇയാൾക്ക് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറയാം, നിങ്ങൾ ആ പറഞ്ഞത് നിങ്ങൾ ഇന്ന പ്രശ്നം കൊണ്ടായിരിക്കും, പക്ഷെ അത് തെറ്റിദ്ധരിച്ചിരിക്കണം, അതല്ല എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടായാലും കുഴപ്പമില്ല, അയാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ അതിന് പകരം അയാൾ തന്നെ ഞാനാകുന്നു, തിരിച്ച് ഞാൻ അയാളാകുന്നു, എന്നിട്ട് തല തല്ലി അവിടെ കിടക്കും, രണ്ടുപേർക്കും ഗുണമില്ലാതെ. അതിങ്ങനെ വളർന്ന് പിന്നെ വർഷങ്ങളോളം അത് മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഒരാൾ ഗുളിക പിടിക്കുന്നതിന് പകരം രണ്ടുപേരും വാങ്ങിക്കും. ഭയങ്കര ഉദാഹരണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാവുന്ന ഒരു പോയിന്റാണ് പറഞ്ഞത്. നമുക്ക് ഒത്തിരി പാഠമുണ്ട് അതിൽ നിന്ന്. പക്ഷെ വളരെ അങ്ങനെയൊന്നും ആകാൻ ആരെ കൊണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് പറ്റും അങ്ങനെ. നമ്മള് പുറത്ത് അങ്ങനെ റിയാക്ട് ചെയ്യില്ലായിരിക്കും, പക്ഷെ അല്ല അങ്ങനെ അതല്ല ഞാനിപ്പോ ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ളതല്ല, കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പം നമ്മൾ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും ഒക്കെ നമ്മൾ അത് പറയും, മനുഷ്യരാണ്. അങ്ങനെ ഈ ഒരു ദേഷ്യപ്പെടുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും കരയുന്നതും വഴക്ക് പറയുന്നതൊക്കെ എല്ലാം വികാരങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു പരിധി എന്നുണ്ടല്ലോ അതിന്, ആ പരിധി വിടുമ്പോഴുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, അതിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കാറില്ല. രഹന പാചകം ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? രഹന ഫിഷ് ബിരിയാണി നന്നായിട്ടുണ്ടാക്കും, പിന്നെ ഈന്തപ്പഴച്ചാറ് നന്നായിട്ടുണ്ടാക്കും, പിന്നെ കുറേ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന ആ സമയത്ത് പിന്നെ ടിഫിൻ കഴിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെ പൊടികൾ കുഴച്ചൊക്കെ ഉണ്ടാകും. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണം നമുക്ക് പറയുന്നില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്നൊരു സാധനം ഇപ്പോൾ എല്ലാ ദിവസവും പഴംപൊരി അല്ലാതെ നല്ല ബോണ്ട ഉണ്ടാക്കുന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അത് അതിനകത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ തീരുമാനം എനിക്കിഷ്ടമാണ്. കാരണം എന്തുകൊണ്ടാണ് അത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ കടലക്കറി വെച്ചു, മക്കൾക്ക് കൊടുത്തു, കഴിക്കില്ല. പരിപ്പൊലത്തി കഴിക്കില്ല. നല്ല ഒരു സാധനവും കഴിക്കില്ല. ചിക്കൻ ഇതാക്കി ഫ്രൈ കൊടുത്തു കഴിക്കും. അല്ലെങ്കിൽ ബീഫ് നമുക്ക് എങ്ങനെയാണല്ലോ സ്വഭാവം, മക്കളുടെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണല്ലോ. ഇവിടെ എന്ത് ചെയ്യും, കടല അങ്ങോട്ട് അരയ്ക്കും, എന്നിട്ട് അതിൽ കുറച്ച് ചിക്കൻ്റെ പീസിട്ട്, അപ്പം ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഡിഷായിരിക്കും അത്, എന്നിട്ട് അതിനങ്ങോട്ട് വേറെ ലെവലിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സംഭവം കൊടുക്കുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ കഴിക്കണം അവരായിരിക്കും. അപ്പൊ കൂടുതൽ കഴിച്ച് കടലയെന്ന് അവർക്കറിയില്ല, ഉണ്ടെന്നല്ല കടലയാണ് അവർ ഈ കഴിച്ചേക്കണത്. എന്റെ ഇടയ്ക്ക് എത്തി ചിക്കൻ പേര് അല്ല, പപ്പായ ഇഷ്ടമല്ല, പച്ച പപ്പായ തോരൻ വയ്ക്കണ ഇഷ്ടമല്ല, മേലെ ഇതിവിടെ വെക്കരുത്, മോൾക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അത് ഞാൻ കട്ട് ചെയ്ത് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത്, ഇത് പപ്പായണെന്നേ പറയില്ല. എൻ്റെ അത് കുറേ കഴിച്ചിട്ട് ഇത് എല്ലാ ദിവസവും വയ്ക്കണം കേട്ടോ ഉമ്മച്ചി എന്ന് പറയും. അവർക്കറിയില്ല ഇത് എന്താ ഡിഷ്. അത് നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ച പപ്പായണതേ. മക്കളെ പറ്റിക്കാൻ പറ്റുന്ന പക്ഷെ എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഏറ്റവും നല്ല സാധനങ്ങളാണ് നമ്മള്. മോശം അതെ, ഏറ്റവും നല്ല സാധനങ്ങളാ. അതിപ്പോ കഴിവിന്റെ പരമാവധി വീടിനകത്തുനിന്ന് എന്ത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. പയറിന്റെ ഇല ആയിരിക്കാം, അല്ലെങ്കിൽ തോരൻ എന്ന് വെച്ചാൽ ഏറ്റവും വലുതാണ്, ഏറ്റവും ഭക്ഷണം കഴിക്കാൻ. അത് ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കില്ല, അതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ വേറൊരു തമാശയുണ്ട്, ഓപ്പോസിറ്റ് ഒരു സാധനമുണ്ട്. അതായത് ഇങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് ഏതൊരുത്തൻ ഇങ്ങനെ സ്ഥിരമായിട്ട് അലമ്പുണ്ടാക്കുന്നവൻ. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഇവന് ഇവിടുത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ് ഫ്രൂട്ട്സ് പറഞ്ഞിട്ട് ഇയാളൊരു സാധനം കൊണ്ടുവരാം, ഒരു ഫലൂഡ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അകത്തി പോയിട്ട് പറഞ്ഞാൽ അവന് ഇന്ന് നല്ല പണി കൊടുക്കണ്ട. നമ്മളല്ല ഈ സാധനം നമ്മൾ ആദ്യത്തെ ഐസ്ക്രീം ഇടാം, എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ ചാണം എടുക്കുക, ചാണകം. ഈ സാധനം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും സ്മെല്ലുള്ള ഫ്ലേവർ എന്തെങ്കിലും ഇതാക്കുക, എന്നിട്ട് കശുവണ്ടി പരിപ്പ് അത് ഇട്ടതിന് ശേഷം സേമിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ സാധനം ഇടുക. എന്നിട്ട് ബാക്കി മരുന്ന് നമ്മുടെ പപ്പായുടെ തന്നെ കളേഴ്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള അത് ഡിസൈൻ ചെയ്ത് സംഭവം വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ഒരു കേക്കിൻ്റെ പീസ് കൊണ്ടുവരാനാ കഴിക്കട്ടെ അത്തേണ്ടി അവന് എത്ര നാളാണ്. അപ്പം മറ്റവൻ ഇത്ര സാധനമൊക്കെ ഉണ്ടെങ്കിൽ അവന് കൊടുക്കണം, നമുക്ക് കഴിച്ചാൽ പോരെ. നീ എന്തി പറയണ, നമുക്ക് കഴിച്ചാൽ പോരെ. ഒരു ഇത്തിരി ചാണം മാത്രമേ പേര് ചാണല്ലേ ഉള്ളൂ. അല്ല അവൻ തയ്യാറാണ്. അത് കപ്പലെടുക്കണോ കശുവണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ നിങ്ങള് വീട്ടിലെങ്ങനെയാണ്
വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ കൂടുതൽ സമയങ്ങളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് തമാശ കാര്യങ്ങളും സിനിമാ കഥകളും? കുട്ടികൾ വരുമ്പോഴായിരിക്കും നവാസ്ക കുട്ടികളുള്ള സമയത്ത് കൂടുതൽ, അല്ലെങ്കിൽ നവാസ്ക എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാട്ട് പാടിക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷെ കുട്ടികൾ വന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയാൻ ഇഷ്ടം. അപ്പോൾ ഒരുമിച്ചിരിക്കും. അപ്പോൾ നവാസ്ക പഴയ നവാസ്കയുടെ കഥകളൊക്കെ പറയും, അങ്ങനെ ഇരുന്ന് ചിരിക്കും. അവരും അവരുടെ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. പിള്ളേർ സ്കൂളിൽ അവരുടെ കാര്യങ്ങളും പറയും. അങ്ങനെ സമയം ഭയങ്കര അതുകൊണ്ട് നവാസ്ക എവിടെയെങ്കിലും പോയ കുട്ടികൾ പറയും വാപ്പച്ചിനെ എന്നാ വരിക, വാപ്പച്ചിനെ എന്നാ വരിക എന്ന് പറയും. കാര്യം അത് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീട് മൊത്തം, അല്ലെങ്കിൽ നവാസ്ക ഭയങ്കര സ്ഥലം വീട്ടിൽ അങ്ങനെ അധികം സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവരോട് ഇങ്ങനെ തമാശയൊക്കെ പറയും. പണ്ട് നടന്ന കാര്യവും കോമഡികളൊക്കെ ഉണ്ടാവുമല്ലോ ഒത്തിരി, അതൊക്കെ പറയും. അപ്പം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ മിക്കവാറും രാത്രി കിടക്കാൻ സമയത്തായിരിക്കും. കാര്യം അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. പക്ഷെ ആ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടായിരിക്കും കിടക്കുക. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി അഭിനയത്തിലേക്കുണ്ടോ? ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്ന ഒരു സംഭവം അങ്ങനെ അങ്ങ് ചെയ്തു. അല്ലാതെ പെട്ടെന്ന് വരട്ടെ അങ്ങനെ നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല. ഇതിപ്പോ ഒട്ടും പ്ലാനിങ് അങ്ങനെയല്ല കേട്ടോ. കാരണം വെച്ചാല് നമ്മൾ ഈ പലവരും പറയേ, അതായത് രഹന അത്യാവശ്യം അഭിനയിക്കുന്ന ഒരാളായിരുന്നു, പിന്നെ നല്ലൊരു ടൈമിലാണ് അങ്ങനെ വിവാഹം കഴിച്ചൊക്കെ പോയത്. അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം അല്ലെങ്കിൽ അതിനുള്ളൊരു ഫ്രീഡം ഇല്ലേ രഹനയ്ക്ക്? അല്ല, ആ സ്വാഭാവികമാണ് അതൊക്കെ ആ ചോദ്യങ്ങൾ. എപ്പോഴും നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇത് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ രണ്ടുപേര് ഒരുമിച്ചൊരു ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ വീടിൻ്റെ കണക്ഷൻ വിടുന്നത് എപ്പോഴും വീട് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് മാറിപ്പോവും. അത് പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ, കാരണം വീട്, കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറയുന്നൊരു ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്ന പ്രായമായതുകൊണ്ട്, എപ്പോഴും മൂന്നാമത്തെ ആളായിട്ടില്ല, ആയി വരുന്നുള്ളൂ. അവന് ഈ പറഞ്ഞ പോലെ 6ലാണ് പഠിക്കുന്നത്. ബാക്കി 2 പേർക്കിപ്പോൾ അവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സംഭവം കിട്ടി അമ്മച്ച് ചെയ്തത് നല്ലതാണ്. നല്ലത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള ചില വർക്കുകളോ അതല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഇതുപോലെ കുറച്ച് ദിവസങ്ങളൊക്കെ നിന്ന് ചെയ്യാൻ പറ്റും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അത് പക്ഷെ അതൊക്കെ നടക്കണമെന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ അതിനൊരു തടസ്സമൊന്നുമല്ല. ഇതിപ്പോൾ അങ്ങനെ തടസ്സമാണെങ്കിൽ പെട്ടെന്ന് തീരുമാനിച്ചാൽ അഭിനയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു തടസ്സങ്ങളുണ്ടായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും കൂടി കംഫർട്ടബിളായിട്ട്, അതായത് വീടിനെ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം, അത്ര ആഗ്രഹമുള്ളൂ. അങ്ങനെയൊക്കെ വന്നാൽ ഇനിയും ഒന്ന് ചെയ്യും. ലാസ്റ്റ് അഭിനയിച്ച സിനിമ സായിവറായിരുന്നു. സായിവർ തിരുമേനി ലാസ്റ്റ് അഭിനയിച്ചതായിരുന്നു. ഈ സിനിമ സ്വയം വേണ്ടാന്ന് വെച്ചതാണോ? ഞാൻ വന്ന കാലം തുടങ്ങി വളരെ കുറച്ച് മാത്രം പെർഫോം ചെയ്യുക അങ്ങനെയാണ്. കാര്യം ഇപ്പോൾ ഒരു നായിക വേഷം വരികയാണ്, ഒരു അനിയത്തിക്കുട്ടിയുടെ വേഷം വരികയാണെങ്കിൽ ഞാൻ പ്രിഫറൻസ് അനിയത്തിക്കുട്ടിയുടെ കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ എന്നിട്ട് ഇതിൽ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇപ്പോൾ മുരളി അങ്കിൾ, വേണു അങ്കിൾ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതേ എടുക്കുകയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അവരുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ മൈൻഡാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടീനേജ് കുട്ടികളെ അങ്ങനത്തെ ഒന്നും എനിക്കത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ അങ്കിൾമാരുടെ കൂടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് തന്നെ ഒരു ഹരം പോലെയാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ ബാക്കി ടീനേജൊക്കെ ആണെങ്കിൽ അവരെന്തൊക്കെയോ ചെയ്ത് ഹർബറി ആയിട്ട് അവരെന്തൊക്കെയോ ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാട്ടിനൊക്കെ പ്ലാൻസും തിങ്സൊക്കെ ഇടണ പോലെയാണ് ഇവരുടെ ചില എക്സ്പ്രഷൻ, മൂളൽ, അങ്ങനത്തെ കാര്യം. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതാ പ്രിഫർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഞാനൊരു 6th or 7th പഠിക്കുമ്പോൾ ഉപ്പ ഡ്രാമ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങിയ നാടകം കാണുന്ന ആളാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, നാടകത്തിൽ എനിക്ക് അഭിനയിക്കണം. അങ്ങനെ ഒരു 6th or 7th വെച്ചിട്ട് ഉപ്പാടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ ഉപ്പ എന്തോ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ പോയിട്ട് പറഞ്ഞത് എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കണം. ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ എന്താ പറഞ്ഞേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നെ ഞാൻ വേഗം ഓടിക്കളഞ്ഞു. പക്ഷെ ഞാൻ ലൈഫിൽ ഇനി ഉപ്പ ഇത് ഓർക്കരുതേ എന്നായിപ്പോയി. കാര്യം അത്ര എക്സ്പ്രഷൻ ഒന്നും വാഗോണ്ട് പറഞ്ഞില്ല, ഒരു നോട്ടമായിരുന്നു. അതിൽ തന്നെ ഞാൻ ആ ആഗ്രഹമേ വേണ്ടാന്ന് വെച്ചു.
പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഡാൻസ് ചെയ്യും. സ്കൂളിൽ ഡാൻസിനും ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന ഇതിനൊക്കെ ഫസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഒരു പാട്ടെടുക്കും, അതിന് BGMൻ്റെ ടൈം ഇതാക്കും, എന്നിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് അതിൽ ഞാൻ കരയാനുള്ളത് ചിരിക്കാനുള്ളതൊക്കെ ഓരോ, അതായത് ആദ്യത്തതിൽ ചെയ്യാൻ പറ്റില്ല, ഡാൻസേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ടാമത്തെ BGM തുടങ്ങി നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യും. എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് പോകും കാണിക്കാൻ സ്കൂളിൽ പെർഫോം ചെയ്യുമ്പോൾ. അപ്പോൾ വരുമ്പോൾ ഉപ്പ പറയും, ഇത് ചെയ്ത് നീ ചെയ്ത, ഞാൻ ചെയ്ത, അത് നല്ല രസമായിട്ട് നീ ചെയ്തിട്ടാന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ മതി, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റിയുള്ള കുറച്ച് ആളുകളുടെ മുമ്പിൽ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഉപ്പാടെ ഒരു ഫ്രണ്ട് ക്യാമറാമാൻ ജയകുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉപ്പാടത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ലേലത്തിൽ ഷൂട്ടിങ് ഇങ്ങനെ ഈ കുട്ടിയില്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഉപ്പാക്ക് താല്പര്യമില്ലാത്ത എനിക്കറിയാലോ. ഈ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പോൾ എടുക്കില്ല എന്നുള്ളൊരു ഇതിലാണ് പോണേ. അപ്പോൾ എനിക്ക് അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ ഉപ്പാടത്ത് ഉപ്പ ഇനി അവരെങ്ങാനും എന്നെ എടുത്താലോ, അതൊന്നും എടുക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ഇടക്കൊച്ചിയിലെ ഒരു ഷൂട്ടിംഗ് നടത്തുന്ന ഒരു വീടാണ്. അപ്പോൾ ഇത്രയും ലെങ്തായിട്ട് കിടക്കുക ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഉപ്പാടത്ത് ഓരോന്നിങ്ങനെ സംസാരിച്ചിട്ട് പോവാം. അപ്പോൾ ഉപ്പ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു വന്നിരിക്കുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ ലിപ്സ്റ്റിക്കും അതും ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും ചെയ്യാതെ വന്നേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കോസ്റ്റ്യൂമർ വന്ന് ഡ്രസ്സ് അളവെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ അളവൊക്കെ എടുത്തിട്ടാണോ എടുക്കണേ കുട്ടികളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പൻ എന്താണാവോ എന്ന് പറഞ്ഞു. അങ്ങനെ അളവൊക്കെ എടുത്ത് കുറച്ച് പറഞ്ഞു, ഇക്കപ്പ ഓക്കെയാണ് ക്യാരക്ടർ എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അതിന് നമ്മളാരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല സാറ് മേളിൽ നിന്ന് കണ്ടു, മോള് നടന്നു വരുന്ന കണ്ടു എന്ന്. ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് വർത്താനവും പറഞ്ഞു വരിക. അപ്പോൾ അതങ്ങനെ ചെയ്ത ക്യാരക്ടർ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ ഏത് നിമിഷവും ഉപ്പ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വെച്ചിരുന്ന രീതി തന്നെയാണ് ഞാൻ മൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ കിട്ടുന്നതൊന്നും ഞാൻ, അതായത് വലിയ ഡയറക്ടേഴ്സിൻ്റെ, അതായത് വിജയിച്ച പല സ്ക്രിപ്റ്റിലും, അതായത് അന്നേരം നന്നായി മൂവ് ചെയ്ത് അതിലൊക്കെ മെയിൻ ഹീറോയിനായിട്ട് എന്നെ വിളിച്ചിട്ടും ഞാൻ പോയിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊന്നും എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് പെർഫോം ചെയ്യണം, അത്രേ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും നല്ല ക്യാരക്ടർ കിട്ടിയാലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതങ്ങനെ വന്നപ്പോൾ ചെയ്തു. അല്ല അതങ്ങനെ ചെയ്യാവുള്ളൂ. നവാസിനുണ്ടാകുന്നുണ്ടാവല്ലോ. നവാസിന് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ നവാസിന്റെ കഥ ഉണ്ടല്ലോ, നവാസിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ, വിളിച്ചിട്ട് പിന്നീട് ഇല്ലാതെ ആയി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചർച്ച ചെയ്തു. നവാസ് അതിനകത്ത് കൂടിയിട്ടില്ലാണോ, നവാസ് അതിനകത്ത് ഭാഗമല്ല. പക്ഷെ അതുപോലെ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല സെലക്ട് ചെയ്തിട്ട് ഇനി ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെയ്യാവുള്ളത്. ആ ഒരു തീരുമാനം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന കഥാപാത്രം നല്ലതായിരിക്കും. പിന്നെ ആവശ്യമില്ലല്ലോ കുട്ടികളെ കിട്ടും, നമ്മള് വീട്ടിലിരുന്നാൽ മതി. അത്രേ ഉള്ളൂ. ഇനി ഈ സിനിമ കഴിയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ചെറിയ സിനിമ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് ഒരു ഫാമിലി സബ്ജക്റ്റ് ആണെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. കാണാൻ പ്രേക്ഷകർ എത്തുക എന്നുള്ളതാണ് സിനിമ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അതാണല്ലോ ഈ സിനിമയുടെ പ്രത്യേകതയായിട്ട്. അല്ല, ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്താ അവസ്ഥയൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുക, എല്ലാവരും വന്ന് കണ്ട സന്തോഷം. എന്നത്തേക്ക് റിലീസ് വെച്ചിരിക്കുന്നത്? ഫെബ്രുവരി 7. ഫെബ്രുവരി 7-ാം തീയതിയാണ് ഇവരുടെ സിനിമ ഇറങ്ങുന്നത്. ഒരു ഫാമിലി ആയിട്ട് കാണാവുന്ന സിനിമ. നമുക്ക് എല്ലാവർക്കും ഫാമിലി ഉണ്ട്. ആ ഫാമിലി ബന്ധം പിരിഞ്ഞൊക്കെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഴയെന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ കാണുക, കണ്ടിട്ട് അഭിപ്രായം. നവാസിനൊക്കെ എപ്പോൾ വേണ്ടി നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് നവാസെ. ഇനി നിങ്ങൾ ഒരുമിച്ച് ഇനിയും അടുത്ത സിനിമകളൊക്കെ ഉണ്ടാകണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ നവാസിന് ഇഷ്ടപ്പെട്ട രഹനയ്ക്ക് പാടിക്കൊടുക്കുന്നൊരു പാട്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീഥികളിൽ വേണുതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനെൻ കരളി, തങ്കക്കിനാക്കൾ കൊണ്ടൊരു
താജുമഹൽ ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീഥികളിൽ വേണൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. ഈ കുടുംബബന്ധത്തിന് ഏറ്റവും വലിയ ആഴമാണ് ഈ പാട്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, രഹനയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം രഹനെ ആ കുടുംബബന്ധം എത്രമാത്രം ആഴത്തിലുണ്ട് എന്ന് ഈ വരികളിലൂടെ പ്രേക്ഷകർ ഞാൻ ശരിക്കും ഉൾക്കൊണ്ടു. ഇതെങ്ങും ജീവിതകാലം വരെ ഇങ്ങനെ നിലനിൽക്കട്ടെ, അതിന് പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ. ഒത്തിരി സന്തോഷം. വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു.